നമുക്ക് ആരംഭിക്കാം. നമ്മളെ മെയിൻ കൂടിയാണ് എത്തിച്ചേരാനുള്ളത്. അപ്പോൾ 12 ബസ്സിന് എത്തുമെന്നാണ് പറഞ്ഞിരുന്നത്. നാമത്തിൽ എത്തിയിട്ടില്ല. എങ്കിൽ പോലും നമുക്ക് 2025-26 സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരിപ്പിക്കുന്ന കമ്മിറ്റിയാണ് ഇവിടെ ചേരുക. നമുക്കറിയാം, എല്ലാ സാമ്പത്തിക വർഷവും മാർച്ച് മാസത്ത് നമ്മുടെ അതാത് വർഷത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ച് പാസ്സാക്കിയെങ്കിൽ മാത്രമേ അടുത്ത സാമ്പത്തിക വർഷത്തേക്ക് നമുക്ക് പ്രവർത്തനങ്ങൾ, പദ്ധതികൾ പ്ലാൻ ചെയ്ത് പോകുവാൻ കഴിയുന്ന ഒരു സാഹചര്യമുള്ളൂ. നമ്മളെ സംബന്ധിച്ച്, നമ്മുടെ ഭരണസമിതിയെ സംബന്ധിച്ച് 2025-26 സാമ്പത്തിക വർഷത്തെ ബജറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഭരണസമിതിയുടെ കാലത്തെ അവസാനത്തെ ബജറ്റാണ്. ഈ ബജറ്റിൽ നമ്മൾ വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് രൂപം കൊടുക്കുന്നുണ്ട് എങ്കിൽ പോലും നമുക്കത് പൂർണ്ണമായി പൂർത്തീകരിക്കുവാനുള്ള ഒരു സമയം ലഭിക്കാൻ ഉള്ള ഒരു സാഹചര്യമില്ല. നമുക്കറിയാം, ഏവർക്കും അറിയാവുന്നതുപോലെ തന്നെ 2025 എന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുന്ന വർഷമാണ്. സ്വാഭാവികമായിട്ടും ഒരു സെപ്റ്റംബർ ഒക്ടോബർ മാസത്തോടുകൂടി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനവും അതിന്റെ നടപടിയിലേക്കും പോകുന്ന ഒരു സന്ദർഭത്തിൽ തീർച്ചയായിട്ടും പദ്ധതി പൂർണ്ണമായി പൂർത്തീകരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടാകാൻ ഇടയില്ല. എങ്കിൽ പോലും നമുക്ക് പൊതുവായി നമ്മുടെ പഞ്ചായത്തിന്റെ പൊതുവായിട്ടുള്ള വികസനത്തിനും അതോടൊപ്പം തന്നെ ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കുമെല്ലാം എല്ലാ കാലത്തും മുൻഗണന കൊടുത്തുകൊണ്ടാണ് നമ്മൾ ബഡ്ജറ്റ് അവതരിപ്പിച്ച് മുമ്പോട്ട് പോയിട്ടുള്ളത്. നമ്മൾ വാർഷിക പദ്ധതി രൂപീകരിച്ചു പോയിട്ടുള്ളത്. നമുക്കറിയാം, 2020 ഡിസംബർ മാസം അവസാനമാണ് നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിൽ വരിക. ആ അധികാരത്തിൽ വന്ന് ഈ സമയം വരെ എത്തി നിൽക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് കൂട്ടായ ഒരു പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് വലിയ നേട്ടങ്ങൾ നേടിയെടുക്കുവാൻ കഴിഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമുക്ക് കടന്നു പോകുന്നത്. പഞ്ചായത്തിനെ സംബന്ധിച്ച്, ഏതൊരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തെ സംബന്ധിച്ചും നമുക്കറിയാം, നമ്മുടെ പദ്ധതി വിഹിതം അല്ലെങ്കിൽ നമ്മുടെ ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കപ്പെടുന്ന ഫണ്ട് എന്നത് നമ്മളെ സംബന്ധിച്ച് സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റുകൾ നമുക്ക് അനുവദിച്ചു തരുന്ന ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ പഞ്ചായത്തിന്റെ പദ്ധതി പ്രവർത്തനങ്ങൾ എല്ലാ സാമ്പത്തിക വർഷവും മുമ്പോട്ട് പോകുക. നമ്മളെ സംബന്ധിച്ച് തനത് വരുമാനം കുറവായ ഒരു പഞ്ചായത്തായതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ മാത്രമേ നമ്മുടെ തനത് വരുമാനം മതിയാവുന്ന ഒരു സാഹചര്യം ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ തനത് വരുമാനത്തിൽ നിന്ന് നമുക്ക് പദ്ധതികൾ ഏറ്റെടുക്കുവാനോ ഒന്നും കഴിയാത്ത ഒരു സാഹചര്യം ഉള്ളപ്പോൾ നമുക്ക് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ അനുവദിച്ചു തരുന്ന ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ പദ്ധതി പ്രവർത്തനങ്ങൾ മുമ്പോട്ട് വിടുക. അപ്പൊ അതിന്റെ ഫലമായിട്ട് നമ്മൾ 2021 നമ്മൾ ആ പദ്ധതി വർഷക്കാലത്ത് നമുക്ക് ഗവൺമെന്റ് അനുവദിച്ചു തന്ന ഫണ്ട് 100% വിനിയോഗിച്ചുകൊണ്ട് നമുക്ക് 100% ജില്ലയിലെ പ്രധാനപ്പെട്ട ആദ്യത്തെ 10 പഞ്ചായത്തുകളിൽ ഒരു പഞ്ചായത്തായി പൂഞ്ഞാർത്തക്കര ഗ്രാമപഞ്ചായത്തിന് മാറാൻ കഴിഞ്ഞു. തൊട്ടടുത്ത സാമ്പത്തിക വർഷവും നമുക്ക് പദ്ധതി വിഹിതം 100% ചെലവഴിക്കുന്നതിന് കഴിഞ്ഞു. അതേപോലെ തന്നെ നമ്മുടെ കുഞ്ഞാത്തക്കേക്കര ഗ്രാമപഞ്ചായത്തിൽ ആദ്യമായിട്ട് നമുക്ക് നികുതി പിരിവിൽ 100% നേട്ടം കൈവരിക്കുവാൻ നമുക്ക് സാധിച്ചു. അതോടൊപ്പം തന്നെ തൊട്ട് മുൻപുള്ള വർഷങ്ങളിലാണെങ്കിൽ പോലും നമുക്ക് 100% പദ്ധതി വിഹിതം എന്ന ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ കഴിഞ്ഞില്ലെങ്കിലും അതിന്റെ തൊട്ടടുത്ത് നമുക്ക് എത്തുവാൻ നമുക്ക് കഴിഞ്ഞു. അപ്പൊ തീർച്ചയായിട്ടും പഞ്ചായത്തിനെ സംബന്ധിച്ചും ഭരണസമിതിയെ സംബന്ധിച്ചും നമുക്ക് എന്താ പറയുക എന്ന് പറഞ്ഞാൽ, നമുക്ക് തീർച്ചയായിട്ടും അഭിമാനത്തോടുകൂടി ഭരണസമിതിയുടെ കാലാവധി പൂർത്തിയാക്കി ആകാൻ പോകുന്ന ഈ സന്ദർഭത്തിൽ ജനങ്ങൾക്ക് മുമ്പിൽ നിൽക്കാൻ കഴിയുന്ന ഒരു സന്ദർഭത്തിലാണ് നാം നിൽക്കുക. നമ്മളെ സംബന്ധിച്ച് ഈ സാമ്പത്തിക വർഷത്തെ വാർഷിക പദ്ധതിയിലേക്ക് കടന്നു വരുന്ന സന്ദർഭത്തിൽ വലിയ ഉത്തരവാദിത്വം അല്ലെങ്കിൽ നമ്മുടെ സ്വപ്ന പദ്ധതിയായ ഭവന നിർമ്മാണ മേഖലയ്ക്കാണ് ഈ സാമ്പത്തിക വർഷം ഏറ്റവും കൂടുതൽ നമ്മൾ മുൻഗണന കൊടുത്തുകൊണ്ട് നമ്മുടെ പദ്ധതി പ്രവർത്തനം മുമ്പോട്ട് പോവുക. തീർച്ചയായിട്ടും ഈ ഭരണസമിതി അധികാരത്തിൽ വരുന്ന സന്ദർഭത്തിൽ തന്നെ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന പദ്ധതി ഏത് എന്ന് മാധ്യമ പ്രവർത്തകരൊക്കെ ചോദിച്ച സന്ദർഭത്തിൽ അന്ന് നമ്മൾ പറഞ്ഞതാണ്, ഭവന നിർമ്മാണ മേഖലയ്ക്ക് നമ്മുടെ പൂഞ്ഞാത്തക്കേക്കര ഗ്രാമപഞ്ചായത്തില് സ്വന്തമായി വീടില്ലാത്ത എല്ലാവർക്കും വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്ന പദ്ധതിക്കാണ് നമ്മൾ മുൻഗണന കൊടുക്കുക എന്ന് സൂചിപ്പിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ പക്ഷേ നമുക്ക് തന്നെ പദ്ധതി ഏറ്റെടുത്ത് നടപ്പാക്കാൻ കഴിയില്ല. അതിന് സംസ്ഥാന ഗവൺമെന്റിന്റെയും PMAY പോലെയുള്ള പദ്ധതികൾ നടപ്പാക്കുമ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ഉൾപ്പെടെയുള്ള വിഹിതം കിട്ടണമായിരുന്നു. അത്
ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം മുതലാണ് നമുക്ക് അനുവദിച്ച് കിട്ടുന്ന ഒരു സാഹചര്യമുള്ളത്. നമുക്ക് തീർച്ചയായും 2025 പൂർത്തീകരിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ ഭവനരഹിതരായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും വീട് കൊടുക്കുന്നതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്തിട്ടുണ്ട്. അവർക്ക് പഞ്ചായത്തിന്റെ വിഹിതം കൊടുക്കുന്നതിനുള്ള ഫണ്ട് നമ്മൾ ഈ സാമ്പത്തിക വർഷത്തെ വാർഷിക പദ്ധതിയിൽ മാറ്റിവെച്ചുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. അപ്പൊ 25 നമ്മുടെ ഭരണസമിതിയുടെ കാലാവധി അവസാനിക്കുന്ന സന്ദർഭത്തിൽ തീർച്ചയായും ഭവനരഹിതരായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും ഭവനം കൊടുത്തുകൊണ്ട് അഭിമാനകരമായ ഒരു നേട്ടം കൂടി നമുക്ക് കൈവരിച്ചുകൊണ്ട് ഈ ഭരണസമിതിക്ക് പോകാൻ കഴിയും. അതോടൊപ്പം തന്നെ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റിന്റെയും പഞ്ചായത്തിന്റെയും എല്ലാം പങ്കാളിത്തത്തോടുകൂടി നമ്മുടെ ഗ്രാമപഞ്ചായത്തിലും ജൽജീവൻ മിഷന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 135 കോടി രൂപയുടെ പദ്ധതിയാണ് അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ മാത്രം നടക്കുക. അതും 2025 പൂർത്തീകരിക്കുന്നതോടുകൂടി നമ്മുടെ മലയോര മേഖലയിലെ കുടിവെള്ളക്ഷാമം പൂർണ്ണമായും നമുക്ക് പരിഹരിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് ഏറ്റെടുത്ത് നടപ്പാക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ അതിനാവശ്യമായ ടാങ്കുകൾ നമ്മുടെ പഞ്ചായത്തിൽ നിന്നാണ് നമ്മുടെ കൂടാതെ മറ്റ് 6 പഞ്ചായത്തുകളിലേക്ക് കൂടി ശുദ്ധജലം പോകുന്നത്. അതിനാവശ്യമായ ടാങ്കുകൾക്കുള്ള സ്ഥലം വില കൊടുത്തും അല്ലാതെയുമെല്ലാം ഏതാണ്ട് 28ഓളം ടാങ്കുകൾക്കുള്ള സ്ഥലം നാം കണ്ടെത്തേണ്ടതുണ്ടായിരുന്നു. ആ ടാങ്കുകൾക്കെല്ലാമുള്ള സ്ഥലം നാം കണ്ടെത്തി അതിന്റെ പ്രവർത്തനങ്ങളും പോകുന്നു. അങ്ങനെ വിവിധങ്ങളായ പദ്ധതികൾ ഏറ്റെടുത്തുകൊണ്ടാണ് നാം പോവുക. ക്ഷീര കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടി സംസ്ഥാനത്ത് നാമമാത്രമായ ഗ്രാമപഞ്ചായത്തിൽ മാത്രം ക്ഷീരഗ്രാമ പദ്ധതി നടപ്പാക്കിയ സന്ദർഭത്തിൽ പൂഞ്ഞാത്തക്കര ഗ്രാമപഞ്ചായത്തും ആ പദ്ധതിയുടെ ഭാഗമായി 25 ലക്ഷം രൂപയുടെ ആനുകൂല്യങ്ങൾ നമുക്ക് ഈ ഗ്രാമപഞ്ചായത്തിലെ ക്ഷീര കർഷകരിലേക്ക് എത്തിക്കുവാൻ കഴിഞ്ഞു. അങ്ങനെ എല്ലാ മേഖലകളിലും ഏറ്റെടുത്ത് വിവിധങ്ങളായ മേഖലകളിലെല്ലാം ശ്രദ്ധ ചെലുത്തിക്കൊണ്ടാണ് നമ്മൾ ഇന്നിവിടെ പോവുക. ഇന്ന് ഗ്രാമപഞ്ചായത്തെ സംബന്ധിച്ച് സന്തോഷകരമായ മറ്റൊരു സമയത്ത് മറ്റൊരു സാക്ഷ്യം വഹിച്ചതിന് ശേഷമാണ് ഇവിടെ എത്തുക. നമ്മുടെ പഞ്ചായത്തിലെ ക്ഷയരോഗ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടപ്പാക്കിയതിന്റെ ഫലമായിട്ട് കോട്ടയം ജില്ലയിലെ ഏതാണ്ട് 20 ഗ്രാമപഞ്ചായത്തുകളെ ഇന്ന് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആദരിക്കുന്ന സന്ദർഭത്തിൽ അതിന്റെ ആദരവ് ഏറ്റുവാങ്ങുവാൻ പൂഞ്ഞാത്തക്കര ഗ്രാമപഞ്ചായത്തും അവാർഡിന് അർഹമായി. ആ അവാർഡ് കൂടി നമുക്ക് ലഭിച്ച ഒരു സന്ദർഭത്തിൽ കൂടിയാണ് നാം നിൽക്കുക. അപ്പൊ തീർച്ചയായും പൂഞ്ഞാത്തക്കര ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് കഴിഞ്ഞ 5 വർഷക്കാലം എന്നത് ജനങ്ങൾ നമ്മളിൽ അർപ്പിച്ച വിശ്വാസം കാത്തു സൂക്ഷിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്ന ഒരു ബോധ്യത്തിലാണ് നാം നിൽക്കുക. ഞാൻ സൂചിപ്പിച്ചത് തന്നെ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള ഭാവിയിൽ ഏറ്റെടുക്കേണ്ട വലിയ ഉത്തരവാദിത്തങ്ങൾ നമുക്കുണ്ട്. നമുക്ക് ഈ സാമ്പത്തിക വർഷം നമ്മുടെ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് MCFന്റെ സ്ഥലം വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതി നമ്മൾ ആ സ്ഥലത്തിന്റെ വാല്യുവേഷൻ നിശ്ചയിച്ച് കിട്ടുന്നതിന് വേണ്ടി ജില്ലാ കളക്ടർക്ക് അപേക്ഷ നൽകി കാത്തിരിക്കുകയാണ്. തീർച്ചയായും അത് കൂടെ ലഭിക്കുന്നതോടുകൂടി നമുക്ക് നമ്മുടെ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ വളരെ കാര്യക്ഷമമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് നാം നിൽക്കുക. തീർച്ചയായും ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ് ഈ നേട്ടങ്ങളെല്ലാം നേടിയെടുക്കുവാൻ നമുക്ക് കഴിഞ്ഞത്. തീർച്ചയായും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും ഉദ്യോഗസ്ഥ സംവിധാനവും നമ്മുടെ മറ്റ് ഘടക സ്ഥാപനങ്ങളിലെ സഹപ്രവർത്തകരുമെല്ലാം യോജിച്ച് പ്രവർത്തിച്ചുകൊണ്ട് നമ്മളെപ്പോലെ തന്നെ അവർക്ക് ചുമതലപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി കൃത്യസമയത്ത് നിറവേറ്റി തന്നതുകൊണ്ടാണ് നമുക്ക് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് ഈ നേട്ടങ്ങളുടെ പട്ടികയിലേക്ക് സംസ്ഥാനത്ത് ജില്ലയിലൊക്കെ നേട്ടങ്ങൾ നേടുന്ന പഞ്ചായത്തുകളെ ആദരിക്കുകയും അവരുടെ പേര് പരാമർശിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ കൂട്ടത്തിലേക്ക് ആ പട്ടികയിലേക്ക് കഴിഞ്ഞ 5 വർഷം കൊണ്ട് പൂഞ്ഞാത്തക്കര ഗ്രാമപഞ്ചായത്തിനും എത്തിച്ചേരാൻ കഴിഞ്ഞു എന്നത് നമുക്ക് ഓരോരുത്തർക്കും അഭിമാനം പകരുന്ന കാര്യമാണ്. മറ്റു വിശദാംശങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല. നമ്മുടെ ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റാണ് ഇവിടെ നമ്മുടെ 2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിക്കുക. ആ ബജറ്റ് അവതരണ യോഗമാണ്. ഈ ബജറ്റ് അവതരണ യോഗത്തിലെത്തിയിട്ടുള്ള പ്രിയപ്പെട്ട ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ സെക്രട്ടറി ഉള്ള ഉദ്യോഗസ്ഥർ, പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകർ, നമ്മുടെ കുടുംബശ്രീയുടെ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള എല്ലാവരെയും ഈ ബജറ്റ് യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ ആമുഖ പ്രസംഗം അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.
നമ്മുടെ 25-26 സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീമതി രാജമ്മ ഗോപിനാഥിനെ ക്ഷണിക്കുന്നു. ഏറ്റവും ബഹുമാനപ്പെട്ട പൂഞ്ഞാർ തെക്കേക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ ബഹുമാന്യ പ്രസിഡന്റ് ശ്രീ ജോർജ് മാത്യു അവർ, ഏറ്റവും ബഹുമാനപ്പെട്ട പൂഞ്ഞാർ തെക്കേക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ ജോർജ് മാത്യു അവർ, 4 വർഷം ബജറ്റ് അവതരിപ്പിച്ച നമ്മുടെ മുൻ വൈസ് പ്രസിഡന്റ് റജി ഷാജി, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ അനിൽകുമാർ മഞ്ഞപ്പളാക്കൽ, വികസന അതുപോലെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ മിനിമോൾ ബിജു, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ CK കുട്ടപ്പൻ അവറുകൾ, അതുപോലെ 1-ാം വാർഡിൻ്റെ മെമ്പർ റോജി തോമസ്, 11-ാം വാർഡ് മെമ്പർ ശ്രീ ജനാർദ്ദനൻ PG, 8-ാം വാർഡ് മെമ്പർ ബീന മധുമോൻ, 11-ാം വാർഡ് മെമ്പർ നിഷ, 13-ാം വാർഡിൻ്റെ മെമ്പർ സജി സിബി, അതുപോലെ 7-ാം വാർഡിൻ്റെ മെമ്പർ ആന്യമ്മ സണ്ണി, 6-ാം വാർഡ് മെമ്പർ സജിമോൻ അവർ, അതുപോലെ നമ്മുടെ പൂഞ്ഞാർ തെക്കേക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ ബഹുമാന്യ സെക്രട്ടറി ടിജി സാർ അവർ, അതുപോലെ നമ്മുടെ HSC ജയകൃഷ്ണൻ അവർ, HSC നമ്മുടെ മനേഷ് അവർ, കുടുംബശ്രീയുടെ ചെയർപേഴ്സൺ ബിന്ദു രാജപ്പൻ, വൈസ് ചെയർപേഴ്സൺ സാനി ജോർജ്, മാധ്യമപ്രവർത്തകരെ, നമ്മുടെ JS, അതുപോലെ നമ്മുടെ സ്റ്റാഫ് അംഗങ്ങൾ എല്ലാവരും എത്തിയിട്ടില്ല, എല്ലാവരും എത്തും, ഇപ്പം വരും. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ സാമ്പത്തിക വർഷം ഈ 25-26 സാമ്പത്തിക വർഷത്തെ ബജറ്റാണ് നമ്മൾക്ക് ഏറ്റവും സന്തോഷകരമാണ് ആ കാര്യം, ബജറ്റ് അവതരിപ്പിക്കുന്ന കാര്യം. നമ്മൾ 4 വർഷങ്ങൾ പിന്നിട്ടു, ഇനി ഈ 1 വർഷം കൂടെ ഉള്ളൂ. നമ്മുടെ കൂട്ടായ പ്രവർത്തനങ്ങൾ കൊണ്ട് നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ പഞ്ചായത്ത് തന്നെ ഇവിടെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. അരനൂറ്റാണ്ടിൽ ഏറെ ആയിട്ടുണ്ട്. അതിനുശേഷം പല ഭരണസമിതികളും മാറി മാറി വന്നു. ആ പല ഭരണസമിതികളുടെ കൂട്ടായ നേട്ടങ്ങൾ കൊണ്ട് ഈ പഞ്ചായത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ വിട്ടുകിട്ടിയ കുറേ സ്ഥാപനങ്ങളുണ്ട്, അവിടെയാണെങ്കിലും വിട്ടുകിട്ടിയ സ്ഥാപനങ്ങളിലും കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെ നടക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ PHSയുടെ പ്രവർത്തനങ്ങൾ 4 ഡോക്ടർമാരെ വെച്ച് അത് മതിയായ രീതിയിൽ നല്ല രീതിയിൽ പോകുന്നു. അതുപോലെ നമ്മുടെ ഏറ്റവും സ്വപ്ന പദ്ധതിയായ നമ്മുടെ വീട് ലൈഫ് ഭവന പദ്ധതി, അതുപോലെ PMAY ഏതാണ്ട് 150ഓളം പേർക്ക് PMAYയുടെ വീടിൻ്റെ പണി ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ലൈഫ് ഭവന പദ്ധതിയുടെ പണി ആരംഭിച്ചിട്ടുണ്ട്. എല്ലാം കൊണ്ടും നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ കൂട്ടായ മെമ്പർമാരുടെ മാത്രമല്ല, നമ്മുടെ സ്റ്റാഫിൻ്റെ എല്ലാവരുടെയും കൂട്ടായ ഒരു പ്രവർത്തനങ്ങൾ കൊണ്ടാണ് നമുക്ക് നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കാൻ നമുക്ക് സാധിച്ചിട്ടുള്ളത്. 21-22 വർഷത്തിലെ 23-ൽ ഏതാണ്ട് നമുക്ക് 100% ഫണ്ട് എക്സ്പെൻഡിച്ചർ ആക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ 2 വർഷക്കാലം അതിനോട് 100% അടുത്തെത്തിക്കാൻ നമുക്ക് സാധിച്ചു. അതുപോലെ ടൂറിസം മേഖലയിൽ തന്നെ നമ്മുടെ അരുവിക്കച്ചാൽ, മുതുവര, കോട്ടത്താവളം നല്ല രീതിയിൽ തന്നെ അവിടെ പല വർക്കുകളും പണി പൂർത്തീകരിക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. കൂട്ടായ ഒരു പ്രവർത്തനം, നമുക്ക് നല്ലൊരു പ്രവർത്തനം കാഴ്ചവെക്കാൻ നമുക്ക് ഇവിടെ സാധിച്ചിട്ടുണ്ട്. പൂഞ്ഞാർ തെക്കേക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ സമഗ്ര വികസന ലക്ഷ്യമിട്ടുള്ള പദ്ധതികൾ തയ്യാറാക്കുന്നതിന് സാധ്യമായ എല്ലാ മേഖലകളിലും മതിയായ തുക വകയിരുത്തിയാണ് 25-26 ബജറ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. ലൈഫ് ഭവന പദ്ധതി ഉൾപ്പെടെയുള്ള പാർപ്പിട മേഖലയ്ക്ക് പ്രത്യേക പ്രാധാന്യം ബജറ്റിൽ നൽകിയിട്ടുണ്ട്. ലഭ്യമായ ധനസ്രോതസ്സുകൾ പരമാവധി പ്രയോജനപ്പെടുത്തി പാർപ്പിടം, പൊതുജനാരോഗ്യം, കുടിവെള്ളം, ശുചിത്വം, പശ്ചാത്തല സൗകര്യ വികസനം, ഉൽപാദന മേഖലയിലെ വളർച്ച, വയോജന ക്ഷേമ പദ്ധതികൾ, പട്ടികജാതി പട്ടികവർഗ ക്ഷേമത്തിനുള്ള പദ്ധതികൾ, അഗതി ക്ഷേമ പദ്ധതികൾ, സാമൂഹ്യ സുരക്ഷിതത്വ പദ്ധതികൾ, സത്ഭരണം തുടങ്ങിയ എല്ലാ മേഖലകളിലും തുക വകയിരുത്തി തയ്യാറാക്കിയിരിക്കുന്ന ബജറ്റ് പൂഞ്ഞാർ തെക്കേക്കര ഗ്രാമപഞ്ചായത്തിലെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുള്ളതാണ്. പൂഞ്ഞാർ തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ലഭ്യമായ ബജറ്റ് നിർദ്ദേശങ്ങൾ വിശദമായി ചർച്ച ചെയ്ത്
ലഭ്യമായ വിഭവ സ്രോതസ്സുകൾ പരമാവധി പ്രയോജനപ്പെടുത്തി പരമാവധി എല്ലാ മേഖലകളിലും തുക വകയിരുത്തി തയ്യാറാക്കിയ 25-26 ബജറ്റ് വിശദമായ ചർച്ചയ്ക്കും നിർദ്ദേശങ്ങൾക്കുമായിട്ട് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. 2025-26 ബജറ്റിലെ വിഭവ സ്രോതസ്സുകളാണ് ആദ്യം പറയാൻ പോകുന്നത്. ഗ്രാമപഞ്ചായത്തിൻ്റെ 25-26 സാമ്പത്തിക വർഷം ലഭിക്കുവാൻ സാധ്യതയുള്ള നികുതി ഇതേതര വരവുകൾ സംസ്ഥാന സർക്കാരിൻ്റെ ബജറ്റ് പ്രകാരം ഗ്രാമപഞ്ചായത്തിന് വകയിരുത്തിയിട്ടുള്ള വികസന ഫണ്ട്, മെയിൻ്റനൻസ് ഗ്രാന്റ്, ജനറൽ പർപ്പസ് ഗ്രാന്റ്, കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് ഇനത്തിൽ ലഭിക്കുന്ന ഫണ്ട്, ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് വീതങ്ങൾ, ഹെൽത്ത് ഗ്രാന്റ്, ശുചിത്വ മിഷൻ ഫണ്ട്, കേന്ദ്ര ആവിഷ്കൃത പദ്ധതിക്കുള്ള ഫണ്ട്, ഗുണഭോക്തൃ വീതം, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഫണ്ട്, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഫണ്ടുകൾ, മറ്റ് ഗ്രാന്റുകൾ തുടങ്ങിയവ ബജറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. തനത് ഫണ്ടിൽ നിന്നുള്ള വരവ് ചെലവ് കണക്കുകളാണ്. നികുതി വരുമാനം 55,50,000 രൂപയും നികുതി ഇതേതര വരുമാനം 27,63,000 രൂപയും ജനറൽ പർപ്പസ് ഫണ്ട് ആമുഖം കഴിഞ്ഞാൽ ആദ്യ പേജിൽ തന്നെ ജനറൽ പർപ്പസ് ഫണ്ട് 1,22,87,000 രൂപയും ഉൾപ്പെടെ ആകെ 2,06,2,60,00,000 രൂപ തനത് ഫണ്ട് വരവ് 25-26 പ്രതീക്ഷിക്കുന്നു. പ്രതീക്ഷിത നമ്മുടെ ബജറ്റ് എന്ന് പറയുന്ന പ്രതീക്ഷിത വരവ് ചെലവുമാണ്. ഇതിലൂടെ നികുതി വരുമാനത്തിൽ 11.7% ആകെ തനത് ഫണ്ടിൽ നിന്നും 10.92% വർധനവ് പ്രതീക്ഷിക്കുന്നുണ്ട്. തനത് വരുമാനത്തിൽ നിന്നും 11,60,000 രൂപയുടെ അനിവാര്യ ചുമതലകൾക്ക് വേണ്ടിയുള്ള ചെലവ് പ്രതീക്ഷിക്കുന്ന ബജറ്റിൽ എസ്റ്റാബ്ലിഷ്മെന്റ് ചെലവുകൾക്കും ഭരണ ചെലവുകൾക്കും മറ്റ് അനുബന്ധ ചെലവുകൾക്കും മതിയായ തുക വകയിരുത്തിയ ശേഷം മുൻ നീക്കുമാക്കി 36,22,762 രൂപ നീക്കുമാക്കി പ്രതീക്ഷിക്കുന്നു. അങ്ങനെ പ്രതീക്ഷിത ബജറ്റാണ് നമ്മുടെ പ്രതീക്ഷിത ബജറ്റ് എന്ന് പറയുന്നത് 36,22,762 രൂപയാണ് നീക്കിമാക്കി നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പദ്ധതി ചെലവുകൾക്കുള്ള ഫണ്ടുകളും ഗ്രാന്റുകളും സംസ്ഥാന സർക്കാരിൻ്റെ ബജറ്റും പ്രകാരം ഗ്രാമപഞ്ചായത്തിൽ ലഭ്യമാകുന്ന വികസന ഫണ്ട്, മെയിൻ്റനൻസ് ഗ്രാന്റ്, കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ്, കൂടാതെ ബ്ലോക്ക് ആൻഡ് ജില്ലാ പഞ്ചായത്ത് വീതം, ശുചിത്വ മിഷൻ ഫണ്ട്, കേന്ദ്ര ആവിഷ്കൃത ഫണ്ട്, ഹെൽത്ത് ഗ്രാന്റ്, ഗുണഭോക്തൃ വീതം തുടങ്ങിയ വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന ഫണ്ടുകൾ വകയിരുത്തി 25-26 വാർഷിക പദ്ധതി പ്രകാരം റവന്യൂ ചെലവുകൾക്കായി 14,11,60,000 രൂപയും മൂലധന ചെലവുകൾക്കായിട്ട് 17 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. ലഭ്യമായ ധനസ്രോതസ്സുകൾ ഉൾപ്പെടുത്തി സമഗ്ര മേഖലയെ വികസനത്തിന് ഊന്നൽ നൽകി തയ്യാറാക്കിയിരിക്കുന്ന ബജറ്റിൽ പാർപ്പിട മേഖലയ്ക്കും ശുചിത്വ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾക്കും പ്രത്യേക പരിഗണന നൽകിയിട്ടുണ്ട്. പാർപ്പിട മേഖല, മാലിന്യ സംസ്കരണം, കുടിവെള്ള പദ്ധതികൾ, കാർഷിക മേഖല, മൃഗസംരക്ഷണം, പശ്ചാത്തല മേഖല, ആരോഗ്യ മേഖല, വിദ്യാഭ്യാസം, സ്പോർട്സ്, കലാ സാംസ്കാരിക, ചെറുകിട സംരംഭങ്ങൾക്കുള്ള സബ്സിഡി, സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങൾ, വയോജനങ്ങൾക്കുള്ള പദ്ധതികൾ, ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവർക്കുള്ള പദ്ധതികൾ, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, സദ്ഭരണം, വൈദ്യുതീകരണം തുടങ്ങി സാധ്യമായ എല്ലാ മേഖലകളിലെല്ലാം തുക വകയിരുത്തിയിട്ടുണ്ട്. പാർപ്പിട മേഖല എല്ലാവർക്കും സുരക്ഷിതമായ വീട് എന്ന ലക്ഷ്യത്തോടുകൂടി തുടർന്നു വരുന്ന ലൈഫ് ഭവന പദ്ധതി, PMAY പദ്ധതി എന്നിവ പ്രകാരം ഗ്രാമപഞ്ചായത്തിലെ ഗുണഭോക്തൃ ലിസ്റ്റിൽ ഉൾപ്പെട്ട വീട് നിർമ്മിച്ച് നൽകുന്നതിനും ഭവന പുനരുദ്ധാരണങ്ങൾക്കുമായി പാർപ്പിട മേഖലയിൽ 2025-26 വർഷത്തെ ബജറ്റിൽ 64,20,000 രൂപയും ലൈഫ് ലോൺ തിരിച്ചടവ് 13,50,000 രൂപയും വകയിരുത്തിയിട്ടുണ്ട്. 24-25 സാമ്പത്തിക വർഷം പാർപ്പിട മേഖലയിൽ നാളിതുവരെ 93,73,104 രൂപയും ചെലവഴിച്ചിട്ടുണ്ട്. സാധാരണക്കാരൻ്റെ എക്കാലത്തെ വലിയ ലക്ഷ്യങ്ങളിൽ ഒന്നായ സ്വന്തമായ ഒരു വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിനായി ഗ്രാമപഞ്ചായത്ത് എക്കാലവും അതിൻ്റേതായ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ആരോഗ്യ മേഖല ഗ്രാമപഞ്ചായത്ത് പ്രദേശത്തെ സമീപ പ്രദേശങ്ങളിൽ നിരവധി ആൾക്കാർ ആശ്രയിക്കുന്ന പൂഞ്ഞാർ തെക്കേക്കര കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മതിയായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും
മരുന്ന് വാങ്ങുന്നതിനും മറ്റ് അനുബന്ധ ചെലവുകൾക്കുമായി 51 ലക്ഷം രൂപയും ആയുർവേദ ആൻഡ് ഹോമിയോ ഡിസ്പെൻസറിയിലേക്ക് മരുന്ന് വാങ്ങലുകളും മെയിൻ്റനൻസുമായി 13 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് പ്രദേശത്തെയും സമീപ പ്രദേശങ്ങളിലെ ഒട്ടനവധി പേർ ആശ്രയിക്കുന്ന പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ നവീകരണത്തിനും മെച്ചപ്പെട്ട പ്രവർത്തനങ്ങൾക്കുമായി വർഷങ്ങളായി ഗ്രാമപഞ്ചായത്ത് നിരവധി പ്രോജക്റ്റുകൾ ഏറ്റെടുത്ത് നടപ്പാക്കി കഴിഞ്ഞു. മികച്ച രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന പൂഞ്ഞാർ തെക്കങ്കര FHSCയുടെയും ആയുർവേദ ഹോമിയോ ഡിസ്പെൻസറികളുടെയും സമഗ്ര വികസനത്തിന് ഗ്രാമപഞ്ചായത്ത് എക്കാലവും പ്രാധാന്യം നൽകി വരുന്നു. ചികിത്സാ ചെലവുകൾ ക്രമാതീതമായി വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ ആരോഗ്യ മേഖലയിൽ പരമാവധി സേവനം പൊതുജനങ്ങൾക്ക് നൽകുന്നതിന് ഗ്രാമപഞ്ചായത്ത് പരമാവധി ശ്രദ്ധിച്ചു വരുന്നു. ശുചിത്വ മേഖല. ഗ്രാമപഞ്ചായത്ത് പ്രദേശത്തെ ബഹുഭൂരിപക്ഷം പ്രദേശങ്ങൾ ഗ്രാമീണ മലയോര പ്രദേശങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഗുരുതരമായ മലിനീകരണ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഗ്രാമപഞ്ചായത്തിൽ പൊതുവെയില്ല. ധനകാര്യ കമ്മീഷൻ, ടൈഡ് ഫണ്ട്, ശുചിത്വ മിഷൻ ഫണ്ട് എന്നിവ ഉപയോഗിച്ച് ശുചിത്വ മാലിന്യ സംസ്കരണ മേഖലയിലെ പ്രൊജക്റ്റുകൾക്കായി 40 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. അജൈവ മാലിന്യ ശേഖരണത്തിനായി ഹരിതകർമ്മ സേനാംഗങ്ങൾ കാര്യക്ഷമമായി പ്രവർത്തിച്ചു വരുന്നു. ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് മെച്ചപ്പെട്ട വരുമാനം ഉറപ്പുവരുത്തുന്നതിനായി 100% യൂസർ ഫീ കളക്ഷൻ നേരിടുന്നതിന് ശ്രമങ്ങൾ നടന്നു വരുന്നു. എല്ലാ വാർഡുകളിലെയും മിനി MCFകൾ സ്ഥാപിച്ചിട്ടുള്ളതും പൂഞ്ഞാർ ടൗൺ വാർഡിൽ പ്രവർത്തിച്ചു വരുന്ന MCF വിപുലീകരിക്കുന്നതിനുള്ള പ്രൊജക്റ്റുകൾ നടപ്പാക്കിയും വരുന്നു. ഗ്രാമപഞ്ചായത്തിൽ പുതിയ ഒരു MCF സ്ഥാപിക്കുന്നതിനായി സ്ഥലം വാങ്ങുന്നതിനുള്ള ശ്രമങ്ങളും നടന്നു വരുന്നു. കൂടാതെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിനും കൈമാറുന്നതിനുമായി പ്രവർത്തനങ്ങൾക്ക് ഇലക്ട്രിക് ഓട്ടോയും വെയിലിംഗ് മെഷീനും വാങ്ങിയിട്ടുണ്ട്. പൂഞ്ഞാർ അസംബ്ലി നിയോജക മണ്ഡലത്തിൽപ്പെട്ട എല്ലാ ഗ്രാമപഞ്ചായത്തുകളും സമ്പൂർണ്ണ ശുചിത്വ പദവി കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെ ബഹുമാനപ്പെട്ട MLAയുടെ നേതൃത്വത്തിൽ നടന്നു വരുന്ന ക്ലീൻ പൂഞ്ഞാർ പദ്ധതിയുടെ പ്രവർത്തനങ്ങളും ഈ ഗ്രാമപഞ്ചായത്തിൽ നടന്നു വരുന്നു. കുടിവെള്ള പദ്ധതി. നാം ഇന്ന് അഭിമുഖീകരിക്കുന്നതും ഭാവിയിൽ അതീവ ഗുരുതരമാകുന്നതുമായ ഒരു പ്രശ്നമാണ് കുടിവെള്ള ക്ഷാമം. കേന്ദ്ര സംസ്ഥാന പ്രാദേശിക സർക്കാരുകളുടെയും ഗുണഭോക്താക്കളുടെയും വിഹിതം ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന ജൽജീവൻ പദ്ധതി കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് സഹായകരമാണ്. സമീപ പ്രദേശങ്ങളിലുള്ള ഗ്രാമപഞ്ചായത്തുകളിലേക്ക് കുടിവെള്ളം എത്തിക്കുന്നതിന് കേന്ദ്ര സംസ്ഥാന പ്രാദേശിക സർക്കാരിൻ്റെയും ഗുണഭോക്താക്കളുടെയും വിഹിതം ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന ജൽജീവൻ പദ്ധതിക്കായി 25 ലക്ഷം ലിറ്റർ വെള്ളം സംഭരണ ശേഷിയുള്ള പ്രധാന വാട്ടർ ടാങ്ക് സ്ഥാപിക്കുന്നതിനുള്ള 33.36 സെന്റ് സ്ഥലം പൂഞ്ഞാർ ടൗൺ വാർഡിൽ ഏറ്റെടുക്കുകയും നിലവിൽ വാട്ടർ ടാങ്ക് നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനായി തൻവർഷം ജില്ലാ പഞ്ചായത്തിൽ നിന്നും അനുവദിച്ച 62,38,320 രൂപയും ഗ്രാമപഞ്ചായത്ത് വിഹിതവും ചേർത്താണ് പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത്. മറ്റ് വാർഡുകളിലും ജൽജീവൻ മിഷൻ പദ്ധതി നടപ്പാക്കുന്നതിനായി വാട്ടർ ടാങ്ക് സ്ഥാപിക്കുന്നതിനുള്ള സ്ഥലം ദാനമായും വിലയ്ക്കും ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാലും ജൽജീവൻ പദ്ധതി പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതിനായി നിരവധി സ്ഥലങ്ങൾ കൂടി ഗ്രാമപഞ്ചായത്ത് പ്രദേശത്ത് ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. ജൽജീവൻ മിഷൻ പദ്ധതി ഉൾപ്പെടെയുള്ള കുടിവെള്ള പദ്ധതിക്കായി 25-26 ബജറ്റിൽ 29 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. സാധ്യമായ വിഭവ സ്രോതസ്സുകളിൽ നിന്നും കൂടുതൽ പണം കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങളും നടന്നു വരുന്നു. വാട്ടർ അതോറിറ്റിയുടെ സഹകരണത്തോടെ നടപ്പാക്കുന്ന ജൽജീവൻ പദ്ധതി കൂടാതെ നിലവിലുള്ള ജൽജീവൻ പദ്ധതികളും ഏറ്റവും കാര്യക്ഷമമായി നടപ്പാക്കി ഗ്രാമപഞ്ചായത്ത് പ്രദേശത്തെ എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കുക എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനായി ഗ്രാമപഞ്ചായത്ത് പ്രയത്നിക്കുന്നു. ഉൽപാദന മേഖല. കൃഷി, മൃഗസംരക്ഷണ, ക്ഷീരവികസനം, ചെറുകിട സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കൽ എന്നിവയുടെ ഉൽപാദന മേഖലയിലെ പ്രൊജക്റ്റുകൾ ഏറ്റെടുക്കുന്നതിൽ ആവശ്യമായ തുക ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. 25-26 ബജറ്റിൽ കാർഷിക മേഖലയിലെ പ്രൊജക്റ്റുകൾക്കായി 10,50,000 രൂപയും പശു, പോത്തുംകുട്ടി വളർത്തൽ ഉൾപ്പെടെയുള്ള മൃഗസംരക്ഷണ മേഖലയിലെ പ്രൊജക്റ്റുകൾക്കും മുട്ടക്കോഴി വളർത്തൽ, ക്ഷീരവികസന മേഖലയിലെ പ്രൊജക്റ്റുകൾ എന്നിവയ്ക്കായി 26,28,000 രൂപയും വനിതാ വ്യക്തിഗത സംരംഭങ്ങൾക്കായി 23,39,000 രൂപയും ഉൾപ്പെടെ ഉൽപാദന മേഖല ആകെ 94,90,133 രൂപയും വകയിരുത്തിയിട്ടുണ്ട്. പശ്ചാത്തല മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനം. റോഡുകളുടെ നവീകരണത്തിനും മെയിൻ്റനൻസ് നിർമ്മാണത്തിനുമായി ലഭ്യമായ സ്രോതസ്സുകളിൽ നിന്നും പരമാവധി തുക ബജറ്റിൽ വകയിരുത്തുന്നതിന് സാധിച്ചിട്ടുണ്ട്. റോഡ് മെയിൻ്റനൻസ്, അതായത് നവീകരണം, പുതിയ റോഡ് ടാറിങ്, കോൺക്രീറ്റുകൾ എന്നിവ പ്രവൃത്തികൾക്കായി 1,33,75,000
71,447 രൂപയും തെരുവിളക്കുകൾ സ്ഥാപിക്കുക, സ്ട്രീറ്റ് ലൈറ്റ് പരിപാലനത്തിനായി 1,40,50,000 രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. കൂടാതെ ബസ് സ്റ്റാൻഡ്, വെയിറ്റിംഗ് ഷെഡ് നവീകരണം, പൊതു കെട്ടിടങ്ങളുടെ മെയിൻ്റെനൻസ്, റോഡുകളുടെ പാർശ്വഭിത്തി നിർമ്മാണം തുടങ്ങിയ പശ്ചാത്തല മേഖലയിലെ റവന്യൂ ചെലവുകൾക്കായി 20 ലക്ഷം രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്തുകൾക്കുള്ള പദ്ധതി വിഹിതത്തിന് പുറമെ ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളിൽ നിന്നും ഫണ്ട് ലഭ്യമാക്കുന്നതിനുള്ള ശ്രമങ്ങളിലൂടെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതിനും പരമാവധി റോഡുകൾ സഞ്ചാരയോഗ്യമാക്കുന്നതിനുള്ള ശ്രമങ്ങളും നടന്നുവരുന്നു. വയോജന ക്ഷേമ പദ്ധതികൾ, മറ്റ് സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ. വയോജന ക്ഷേമ പദ്ധതികൾക്കായി 4,90,000 രൂപയും ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന പദ്ധതികൾക്കായി 16 ലക്ഷം രൂപയും മറ്റ് സാമൂഹ്യ സുരക്ഷ അഗതി ക്ഷേമ പദ്ധതികൾക്കായി 1,12,000 രൂപയും ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നു. പട്ടികജാതി പട്ടികവർഗ ക്ഷേമത്തിലുള്ള പദ്ധതികൾ, സർക്കാർ നിർദ്ദേശിക്കുന്ന നിർബന്ധിത പ്രോജക്റ്റുകൾ തുടങ്ങിയ ഏറ്റെടുക്കുന്നതിനുള്ള തുകയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. വിദ്യാഭ്യാസ അനുബന്ധ മേഖലകൾ. സ്കൂളുകൾ, പ്രഭാതഭക്ഷണം, സ്കൂൾ അറ്റകുറ്റപ്പണികൾ, വിദ്യാഭ്യാസ മേഖലയിലെ മറ്റ് പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കായി 10 ലക്ഷം രൂപ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. ഗവൺമെൻറ് LP സ്കൂളുകളിൽ കാലാകാലങ്ങളിൽ ആവശ്യമായ മെയിൻ്റനൻസ് പ്രോജക്റ്റുകൾക്കും അനുബന്ധ സൗകര്യങ്ങൾക്കും മതിയായ തുക പഞ്ചായത്തിൽ എക്കാലം വകയിരുത്താറുണ്ട്. കൂടാതെ മാലിന്യ സംസ്കരണ പദ്ധതികൾക്കും സ്കൂളുകളിൽ നടപ്പാക്കി വരുന്നു. അംഗൻവാടി അനുബന്ധ സൗകര്യങ്ങൾ, അംഗൻവാടി പോഷകാഹാരം. വിവിധ അംഗൻവാടികളുടെ പശ്ചാത്തല സൗകര്യങ്ങൾ വികസനത്തിനും അനുബന്ധ സൗകര്യങ്ങൾക്കുമായി 18 ലക്ഷം രൂപയും അംഗൻവാടി അനുപൂരക പോഷകാഹാര പദ്ധതികൾക്കായി 18 ലക്ഷം രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. കൂടാതെ പൂഞ്ഞാർ ടൗൺ അംഗൻവാടി നിർമ്മാണം പൂർത്തീകരിക്കുകയും പയ്യാനിത്തോട്ടം, ചട്ടമ്പി അംഗൻവാടികൾക്കുള്ള സ്ഥലം കണ്ടെത്തി ഏറ്റെടുത്ത് നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കുന്നതിനുള്ള പ്രാരംഭ ഘട്ടത്തിലുമാണ്. വനിതാ വികസനം. വനിതകൾക്ക് വ്യക്തിഗത സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് സബ്സിഡി നൽകുന്നതിനായി ചെറുകിട സംരംഭങ്ങൾക്കായി 1 ലക്ഷം രൂപയും വനിതാ ഉൽപ്പാദന വിതരണ കേന്ദ്രം പുനരുദ്ധാരണത്തിനായി 10 ലക്ഷം രൂപയും ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ മറ്റ് വനിതാ ക്ഷേമ പദ്ധതികൾക്കായി 3 ലക്ഷം രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. വനിതകളുടെ സാമ്പത്തിക ഉന്നമനത്തിനും അതുവഴി പ്രാദേശിക സാമ്പത്തിക വികസനത്തിനും ഈ പദ്ധതികൾ ഗുണം ചെയ്യും. നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന കുടുംബശ്രീ ADS സംവിധാനങ്ങൾ പൂഞ്ഞാർ തെക്കര ഗ്രാമപഞ്ചായത്തിലെ സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങൾക്ക് ഊർജം പകരുന്നവയാണ്. മൂലധന ചെലവുകൾക്കുള്ള വകയിരുത്തുകൾ. കുടിവെള്ളം, ജൽജീവൻ പദ്ധതി, MCF നിർമ്മാണം തുടങ്ങിയ വിവിധ പ്രൊജക്റ്റുകൾക്കായി സ്ഥലം വാങ്ങുന്നതിന് 40 ലക്ഷം രൂപയും കെട്ടിട നിർമ്മാണത്തിന് 30 ലക്ഷം രൂപയും റോഡ് നിർമ്മാണത്തിന് 50 ലക്ഷം രൂപയും പാലങ്ങളുടെയും കലുങ്കുകളുടെയും നിർമ്മാണത്തിന്, കുടിവെള്ള സ്രോതസ്സുകളുടെ നിർമ്മാണത്തിന് 15 ലക്ഷം രൂപയും മറ്റ് ആസ്തികളുടെ നിർമ്മാണത്തിന് 20 ലക്ഷം രൂപയും ശുചിത്വ മേഖലയിലെ പ്രൊജക്റ്റുകൾക്കായി 20 ലക്ഷം രൂപയും നടപ്പാത നിർമ്മാണത്തിന് 5 ലക്ഷം രൂപയും ഉൾപ്പെടെ മൂലധന ചെലവുകൾക്കായി 1,70 ലക്ഷം രൂപ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. നിലവിൽ സംസ്ഥാന സർക്കാരിൻ്റെ ബജറ്റിൽ 86,40,000 രൂപയാണ് മെയിൻ്റനൻസ് ഫണ്ട് റോഡ് ഇനത്തിൽ അനുവദിച്ചിട്ടുള്ളത്. എങ്കിലും ക്ലറിക്കൽ തകരാറായതുകൊണ്ട് പരിഹരിച്ച് കഴിഞ്ഞ സാമ്പത്തിക വർഷം ലഭിച്ച തുക ലഭ്യമാക്കുന്നതിനുള്ള നടപടികളും നടത്തിവരുന്നു. കലാ സംസ്കാരം, സ്പോർട്സ്, യുവജനക്ഷേമം, വായനശാല, റീഡിംഗ് റൂമിൻ്റെ നവീകരണം, സദ്ഭരണം, ഘടക സ്ഥാപനങ്ങളിൽ നിന്നുള്ള സേവനം മെച്ചപ്പെടുത്തുന്നതിനുള്ള സൗകര്യങ്ങൾ, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി രൂപീകരണ നിർവഹണ പ്രവർത്തനങ്ങൾ തുടങ്ങിയവയ്ക്കുള്ള തുകയും ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലഭ്യമായ ഫണ്ട് പരമാവധി പ്രയോജനപ്പെടുത്തി എല്ലാ മേഖലകളിലും തുക വകയിരുത്തി തയ്യാറാക്കിയ 25-26 ബജറ്റ് വിശദമായ ചർച്ചയ്ക്കും നിർദ്ദേശങ്ങൾക്കുമായി നമ്മുടെ ബഹുമാനപ്പെട്ട മെമ്പറുകളുടെ സ്റ്റാഫ് നിങ്ങളുടെ എല്ലാവരുടെയും മുൻപിൽ ചർച്ചയ്ക്കായിട്ട് സമർപ്പിക്കുന്നു. 25-26 ബജറ്റിലെ ബജറ്റ് എന്ന് പറയുന്നത് പ്രതീക്ഷിത വരവും ചെലവുമാണെന്ന് ആദ്യം തന്നെ പറഞ്ഞു. അപ്പം പ്രതീക്ഷിത വരവ് ചെലവുകൾ കണക്കുകളുടെ സംക്ഷിപ്ത രൂപം ചുവടെ ചേർക്കുന്നു. പ്രതീക്ഷിത വരവുകളാണ്: മുന്നിരിപ്പ് 25,82,762 രൂപ. നികുതി വരുമാനം 55,50,000 രൂപ. നികുതി ഇതര വരുമാനം 27,63,000. ജനറൽ പർപ്പസ് ഫണ്ട് 1,22,87,000 രൂപ. പ്ലാൻ ഫണ്ട് ജനറൽ 2,37,17,000 രൂപ. SEP ഫണ്ട് എന്ന് പറയുന്നത് 22,85,000 രൂപ. TSP ഫണ്ട് എന്ന് പറയുന്നത് 6,35,000 രൂപ. MGNREGS ഫണ്ട്
2,50,00,000 രൂപ. SNB ഫണ്ട് കേന്ദ്രവിഹിതമായിട്ട് 10 കോടി രൂപ. കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് എന്ന് പറയുന്ന 84,30,000 രൂപ. മെയിൻ്റനൻസിൻ്റെ റോഡ് ഗ്രാന്റ് 86,64,000 രൂപ. മെയിൻ്റനൻസ് ഗ്രാന്റ് നോൺ റോഡ് 84,04,000 രൂപ. ഹെൽത്ത് ഗ്രാന്റ് 8,32,000 രൂപ. ശുചിത്വ മിഷൻ ഫണ്ട് എന്ന് പറയുന്നത് 40,00,000 രൂപ. ലൈബ്രറി ഗ്രാന്റ് 25,000 രൂപ. ലൈഫ് സംസ്ഥാന വിഹിതം ലോണായിട്ട് 38,00,000 രൂപ. ജില്ലാ പഞ്ചായത്ത് വിഹിതമായിട്ട് 40,00,000 രൂപ. ബ്ലോക്ക് പഞ്ചായത്ത് വിഹിതം 50,00,000 രൂപ. ഗുണഭോക്തൃ വിഹിതമായിട്ട് 20,00,000 രൂപ. ക്ഷേമ പെൻഷൻ തുക 4,30,00,000 രൂപ. അങ്ങനെ ആകെ വരവെന്ന് പറയുന്നത് 16,17,82,762 രൂപ ആകെ നമ്മുടെ വരുമാനമാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു വരുമാനമാണ്. അതിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ചെലവുകൾ എന്ന് പറയുന്ന അനിവാര്യ ചുമതലകൾക്ക് വേണ്ടിയുള്ള ചെലവുകൾ എന്ന് പറയുന്നത് 1,95,60,000 രൂപയുണ്ട്. റവന്യൂ ഗ്രാന്റിൽ നിന്നുള്ള പദ്ധതി ചെലവുകൾ എന്ന് പറയുന്നത് 7,86,00,000 രൂപ. മൂലധന ചെലവുകൾ 1,70,00,000 രൂപ. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ചെലവുകൾ എന്ന് പറയുന്നത് 4,30,00,000 രൂപ. അങ്ങനെ ആകെ ചെലവുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആകെ ചെലവുകൾ എന്ന് പറയുന്നത് 15,81,60,000 രൂപയാണ്. അപ്പം ബാക്കി നമ്മുടെ മിച്ച ബജറ്റ് എന്ന് പറയുന്നത് 36,22,762 രൂപയാണ്. ഇതാണ് നമ്മുടെ ബജറ്റ്. പ്രതീക്ഷിത വരവും ചെലവും പറഞ്ഞു. മിച്ച ബജറ്റാണ്. മിച്ച ബജറ്റായിട്ട് നമുക്ക് 36,22,762 രൂപയാണ്. ഇത്രയുമാണ് കണക്ക്. ഇത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ അംഗീകാരത്തിനായിട്ട് സമർപ്പിച്ചോളുന്നു. ചർച്ചയ്ക്കായിട്ട് പോകുന്നു. നമ്മുടെ ഇന്നത്തെ ബഡ്ജറ്റ് കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രിയങ്കനായ പ്രസിഡന്റ് ജോർജ് മാത്യു അത്യാലി, അതോടൊപ്പം ഇന്നത്തെ ബഡ്ജറ്റ് ഇവിടെ അവതരിപ്പിച്ച ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് രാജമ്മ ഗോപിനാഥ്, പ്രിയപ്പെട്ട സഹ മെമ്പർമാർ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി, പ്രിയപ്പെട്ട ഇംപ്ലിമെന്റ് ഓഫീസർമാർ, CDS ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ, ICDS സൂപ്പർവൈസർ, അസിസ്റ്റന്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള സ്റ്റാഫുകൾ, പ്രിയപ്പെട്ട പത്ര സുഹൃത്തുക്കൾ, നമ്മുടെ ഇന്നത്തെ ബഡ്ജറ്റ് ഒരു പഞ്ചായത്തിനെ സംബന്ധിച്ചോളം ബഡ്ജറ്റ് എന്ന് പറയുന്നത് സാങ്കല്പികം മാത്രമാണ്. ബഡ്ജറ്റിന് വലിയ പ്രാധാന്യമില്ല. ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചോളം നമ്മൾ പദ്ധതികൾ രൂപീകരിച്ച് അതാണ് സാധാരണ നടപ്പിലാക്കുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ചോളം ഇന്നത്തെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ അവതരിപ്പിച്ച പോലെ തന്നെ ആ ഒരു മാറ്റം എന്ന് പറയുന്നത് കഴിഞ്ഞ 4 വർഷം ബഡ്ജറ്റ് അവതരിപ്പിച്ചത് രജീഷ് ഹാജി ആയിരുന്നു വൈസ് പ്രസിഡന്റ്. ഈ വർഷം രാജമ്മ ഗോപിനാഥായി എന്നൊരു മാറ്റമാണ് ഈ വർഷം വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും പഞ്ചായത്തിനെ സംബന്ധിച്ചോളം നമുക്ക് കിട്ടേണ്ട വരവുകൾ സർക്കാരിൽ നിന്നും അതുപോലെ തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്നും ബാക്കിയുള്ള നമ്മുടെ ത്രിതല പഞ്ചായത്തുകളിൽ നിൽക്കുന്ന ഫണ്ടുകൾ ആകെ കണക്ക് കൂട്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് ഫണ്ട് വീതിച്ചുകൊണ്ടുള്ള ഒരു ബഡ്ജറ്റാണ് അവതരിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും മുന്നേറ്റത്തെ ഗ്രാമപഞ്ചായത്തെ സംബന്ധിച്ചോളം നമ്മൾ ഏറ്റവും അധികം പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് ഭവന നിർമ്മാണ മേഖലയ്ക്കാണ്. അത് തീർച്ചയായിട്ടും നമുക്ക് അഭിമാനിക്കാം. കാരണം ഇരാറ്റുപേട്ട ബ്ലോക്കിൽ തന്നെ, ഇരാറ്റുപേട്ട ബ്ലോക്കിൽ നിന്നായിരിക്കില്ല, നമുക്ക് ചിലപ്പം കേരള സംസ്ഥാനത്ത് തന്നെ PMAY പദ്ധതി പ്രകാരം ഏറ്റവും കൂടുതൽ വീടുകൾ അനുവദിച്ചത് നമ്മുടെ ഗ്രാമപഞ്ചായത്തിലാണ്. തീർച്ചയായിട്ടും അവർ വീടുകൾ പണി തുടങ്ങിക്കഴിഞ്ഞു. തറ വാർക്ക വരെ ആയിട്ടുള്ള വീടുകളുണ്ട്. അപ്പോൾ അവർക്ക് ആ വീട് പണി പൂർത്തീകരിക്കുന്നതിനുള്ള ഫണ്ടുകൾ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഫണ്ടുകൾ നമ്മൾ മാറ്റിവെക്കണം. തീർച്ചയായിട്ടും അതിനുള്ള വിഹിതം നമ്മൾ മാറ്റിവെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ഇത്രയും പേർക്ക് ഭവനം ഇല്ലാതിരുന്ന ഇത്രയും പേർക്ക് നല്ലൊരു ഭവനം ഉണ്ടാക്കാൻ നമ്മുടെ ഈ ബഡ്ജറ്റ്, നമ്മുടെ ഈ ഭരണസമിതി കാരണമായി തീർച്ചയായിട്ടും നമുക്ക് അഭിമാനിക്കാം. അതോടൊപ്പം തന്നെ പല ചെലവുകളും ഇപ്പം ഉദാഹരണമായിട്ട് നമ്മുടെ അടുത്ത വർഷത്തെ ഒരു വരവായിട്ട് കണ്ടിരിക്കുന്നത് നമുക്ക് പ്രൊഫഷണൽ ടാക്സ്, നികുതിയേതര വരുമാനമായിട്ടുള്ള പ്രൊഫഷണൽ ടാക്സിൽ നമുക്ക് ഈ വർഷത്തെക്കാട്ടും വരുമാനം കുറവാണ് അടുത്ത വർഷത്തെ കാണുന്നത്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ജീവനക്കാരെയൊക്കെ പിരിച്ചു കിട്ടും. കുറെ പേരുടെ പ്രൊഫഷണൽ ടാക്സ് ഒക്കെ ഈ അടുത്ത വർഷത്തെ കുറവായിട്ട് കാണുന്നുണ്ട്.
അതെന്താണെന്നുള്ള മനസ്സിലാകുന്നില്ല. നമ്മളിവിടെ ഫാക്ടറികളോ സ്ഥാപനങ്ങളോ പൂട്ടിപ്പോട്ടോട്ടുള്ള എനിക്ക് അറിയില്ല. അപ്പോൾ അതെന്താണ് അവിടെ കുറച്ച് കാണിച്ചതെന്നുള്ള പിടികിട്ടുന്നില്ല. അതോടൊപ്പം തന്നെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചോളം ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യം, നമ്മളിപ്പം കഴിഞ്ഞ ഭരണസമിതി അധികാരത്തിൽ പിന്നെ നമ്മുടെ യുവജനങ്ങൾക്ക് ഏറ്റവും ആഗ്രഹമുണ്ടായിരുന്നത് ഒരു കളിക്കളം. അപ്പോൾ നമ്മളെ ഇപ്പം നമുക്ക് കളിക്കളം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അല്ല പൊതു കളിക്കളങ്ങളൊന്നുമില്ല, ആകെയുള്ളത് സ്കൂളിന്റെയാണ്. അപ്പോൾ ആ സ്കൂളിന്റെ കളിക്കളം അടച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ യുവ തലമുറയ്ക്ക് നമുക്ക് ഒരു വ്യായാമത്തിനോ ഒരു കളിക്കാനോ ഒരു സൗകര്യമില്ലാത്ത അവസ്ഥയാണ്. പ്രത്യേക ടർഫുകൾ, ഇരട്ടുപറ്റുള്ള ടർഫുകളും നമുക്കില്ല. അപ്പം നമുക്ക് യുവജനങ്ങൾക്ക് വേണ്ടി ഒരു ഗ്രൗണ്ട് പണിയാൻ അല്ലെങ്കിൽ ഒരു കളിക്കളം പണിയാൻ വേണ്ടി ഒരു ഫണ്ട് കൂടെ നമ്മുടെ ബഡ്ജറ്റിൽ വകയിരുത്തണമായിരുന്നു. കാരണം പ്രാവർത്തികമാകുമല്ലോ എന്ന് അറിയാൻ പാടില്ലെങ്കിൽ നമ്മൾ ആ യുവജനങ്ങളെ പരിഗണിച്ചു ഒരു തോന്നൽ അവർക്ക് തീർച്ചയായിട്ടും ഉണ്ടാകണമായിരുന്നു. അപ്പോൾ ഒരു കളിക്കളത്തിന് വേണ്ടി കൂടെ നമ്മുടെ യുവജനങ്ങൾക്ക് വേണ്ടി ഒരു ഫണ്ട് മാറ്റി വെച്ചിട്ടില്ല. അപ്പോൾ അത് മാറ്റി വെക്കേണ്ടതായിരുന്നു. ബാക്കിയുള്ള നമ്മുടെ ബഡ്ജറ്റിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാ കാര്യങ്ങൾക്കും നമുക്കറിയാം നമ്മുടെ ഭൂരിഭാഗം ഫണ്ടുകളും ഭവന നിർമ്മാണ മേഖലയ്ക്കായി നമ്മൾ മാറ്റിവെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ജലജീവൻ മിഷന് വേണ്ടിയും അതോടൊപ്പം തന്നെ നമ്മുടെ ഗ്രാമീണ റോഡുകൾ പുനരുദ്ധാരണത്തിന് വേണ്ടിയും നമ്മൾ ഫണ്ടുകൾ മാറ്റിവെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുടുംബശ്രീകൾക്ക് നമുക്ക് വനിതകൾക്കുള്ള കാര്യങ്ങൾക്ക് വേണ്ടി തൊഴിലുൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഫണ്ടുകളും നമ്മൾ കുറച്ചുകൂടെ കണ്ടെത്തണം. അപ്പം അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് കിട്ടുന്ന ഫണ്ടുകൾ കൊണ്ട് ഏറ്റവും ഫലപ്രദമായി ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായി ഫണ്ടുകൾ ചെലവഴിക്കുവാൻ വേണ്ടി മാറ്റിവെക്കുവാൻ വേണ്ടി ഈ ബഡ്ജറ്റ് ശ്രമിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ നികുതി വരുമാനങ്ങൾ ഇപ്പം നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ തന്നെ പറഞ്ഞതാണ്, നമ്മുടെ നികുതി വരുമാനം നമുക്ക് കിട്ടേണ്ട നികുതി വരുമാനത്തിന്റെ പകുതി കൂടെ നമുക്ക് സമാഹരിക്കാൻ സാധിക്കുന്നില്ല. നമുക്ക് ഇപ്പോൾ നിലവിലുള്ള വീടുകളുടെ വിസ്തൃതി ഇപ്പോൾ നമ്മളിവിടെ പഞ്ചായത്തിലുള്ള വിസ്തൃതികളൊക്കെ വളരെ പതിമൂന്നോടൊക്കെ അവർ കൂട്ടിപ്പിടിപ്പിച്ചൊക്കെ പണിതിട്ടുണ്ട്. അപ്പം നമുക്കൊന്നുകൂടെ അളന്ന് പരമാവധി ടാക്സ് കളക്ട് ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ അതിനുള്ള ഒരു നടപടികളോട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ നികുതി പിരിവ് എന്ന് പറയുന്നത് വളരെയധികം വർദ്ധിക്കും. നമ്മളിപ്പം നമ്മളെ കണക്കുകളിൽ കാണിച്ചതിനൊക്കെ ഇരട്ടി തന്നെ നികുതി പിരിവ് വഴി നമുക്ക് സമാഹരിക്കാൻ സാധിക്കും. അപ്പോൾ അതിനുള്ള നടപടികളോടെ നമുക്കുണ്ടാകണം. അതോടൊപ്പം തന്നെ നമുക്ക് മിനിമം സ്റ്റാൻഡിന്റെ ഒരു കുറവ് നമുക്ക് ഈ വർഷം വന്നിട്ടുണ്ട്. അതോടെ പരിഹരിച്ചുകൊണ്ട് ഗ്രാമീണ റോഡുകൾ ഇപ്പം തന്നെ നമ്മുടെ പഞ്ചായത്തിലെ 90% റോഡുകളും നല്ല ഭംഗിയായി തന്നെയാണ് കിടക്കുന്നത്. അപ്പം ബാക്കിയുള്ള റോഡുകളെ പുനരുദ്ധരിച്ചുകൊണ്ട് നമ്മുടെ 5 വർഷത്തെ ഭരണം കൊണ്ട് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഭരണസമിതിയായി നമുക്ക് മാറുവാൻ സാധിക്കണം. അതോടൊപ്പം തന്നെ എനിക്ക് നമ്മുടെ വൈസ് പ്രസിഡന്റ് ഭാഗത്തുനിന്ന് കേൾക്കാൻ പറ്റി, ഇനി കേൾക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. പഞ്ചായത്തിന്റെ കഴിഞ്ഞ 4 വർഷത്തെ ഭരണ നേട്ടങ്ങളൊക്കെ പറയാൻ ഇപ്പൊ പറഞ്ഞു, ഈ പരീക്ഷയോട് അനുവദിക്കുമ്പോൾ പറയുമോ എന്ന് അറിയത്തില്ല. അതിനകത്ത് തീർച്ചയായിട്ടും സന്തോഷമുണ്ട്. അതാ പറഞ്ഞത്, ഇപ്പം പറഞ്ഞു കേൾക്കാൻ സാധിച്ചെന്നാ പറഞ്ഞത്. അപ്പം എല്ലാവിധ നമ്മുടെ ബഡ്ജറ്റിന് എല്ലാവിധ ഭാഗങ്ങളും എല്ലാവിധ അഭിനന്ദനങ്ങളും ബഡ്ജറ്റ് അവതരിച്ച വൈസ് പ്രസിഡന്റിന് എല്ലാവിധ ഭാഗങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ യോഗത്തിൻ്റെ അധ്യക്ഷത അലങ്കരിക്കുന്ന ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജോർജ് മാത്യു, ബഡ്ജറ്റ് അവതരിപ്പിച്ച ബഹുമാനപ്പെട്ട രാജമ്മ ഗോപിനാഥ്, ബഹുമാനപ്പെട്ട പഞ്ചായത്ത് സെക്രട്ടറി, പഞ്ചായത്തിലെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് മെമ്പർമാർ, പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥർ, കുടുംബശ്രീ ആൾക്കാർ, മാധ്യമപ്രവർത്തകർ, മുമ്പ് അനിൽ മെമ്പർ പറഞ്ഞ പോലെ തന്നെയാണ് ഇത് വെറും സാങ്കല്പികമാണ്. അപ്പോൾ വൈസ് പ്രസിഡന്റ് പ്രസംഗം നമ്മൾ സാങ്കല്പികമായിട്ട് കൂട്ടിച്ചാൽ മതി. ഇപ്പം അതിതൊന്നും കാര്യമുള്ള കാര്യമൊന്നുമല്ല. ഈ എല്ലാ വർഷവും ഇതുപോലെ ഒരു ചടങ്ങ് നടത്തും. അത് കഴിഞ്ഞ് എല്ലാവർക്കും സമ്മാനം കൊടുക്കും, എല്ലാവരും ഭക്ഷണം കഴിക്കും, അത് കഴിഞ്ഞ് വീട്ടിൽ പോകും, പേപ്പറിൽ വാർത്ത കൊടുക്കും, മെയിൻസ് ന്യൂസിൽ വാർത്ത വരും. ഇതൊക്കെ സംഭവിക്കുന്നല്ലാതെ അപ്പുറത്തേക്കൊന്നും സംഭവിക്കാനില്ല എന്നുള്ള കാര്യം ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം, എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. പിന്നെ ഈ
കഴിഞ്ഞ 4 വർഷത്തെ പഞ്ചായത്തിൻ്റെ നേട്ടങ്ങൾ പറഞ്ഞാൽ പഞ്ചായത്ത് ഭരണസമിതിയിലെ 14 പേരുടെ കൂടെ പ്രവർത്തന ഫലമാണ്, അല്ലാതെ പഞ്ചായത്ത് പ്രസിഡന്റ് എവിടെയും കൊണ്ടുവന്നൊന്നുമല്ല. പഞ്ചായത്തിലെ 14 പേരുടെ കൂടെ ശ്രമഫലമായിട്ടാണ് പഞ്ചായത്തിൻ്റെ ഓരോ നേട്ടം ഉണ്ടായത്. അത് എൻ്റെ പങ്കുമുണ്ട്, എൻ്റെ വാർഡിലെ പ്രവർത്തനമുണ്ട്. ഇപ്പോൾ ടൗൺ വാർഡ് കാര്യം എൻ്റെ വായിച്ചു, ടൗൺ വാർഡ് അംഗൻവാടി കാര്യം വായിച്ചു. ടൗൺ വാർഡ് അംഗൻവാടി നിർമ്മിക്കുന്നതിന് വേണ്ടി ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒത്തിരി പലയിടത്ത് ഫണ്ടിന് പോയിട്ടുണ്ട്. എനിക്ക് ഈ തക്കര പഞ്ചായത്തിലെ ഫണ്ടാണ് കൂടെ തന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ കുഞ്ഞാൻ്റെ ഫണ്ട് ഒഴിച്ച് വേറെ ആരും ഫണ്ട് തന്നിട്ടില്ല. ഈ പഞ്ചായത്തിന് ഫണ്ട് കൊണ്ടു തന്നത് അത് ഈ പഞ്ചായത്തിൽ 14 പേരുടെ സാധനമാണ്. ഞാൻ ഉദ്ഘാടന വേളയിൽ പറഞ്ഞതാണ്, ഇക്കാര്യം പറഞ്ഞതാണ്. അതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. അല്ലാതെ ഇത് ആരുടെ ഒരാളുടെ നേട്ടമൊന്നുമല്ല, ഇത് ഇവിടെ ആരെ ഭരിക്കുന്നവരുടെ മാത്രം നേട്ടമൊന്നുമല്ല. ഇത് 14 പേരുടെ നേട്ടമാണ്, അല്ല ആരുടെയും പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല. അതുകൊണ്ട് ഔപചാരികമായിട്ട് പ്രസംഗിക്കേണ്ട വന്നുകൊണ്ട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജഗോപിനാഥ് ആ വാചകങ്ങൾ വായിച്ചു വിട്ടുന്നല്ലാതെ ഇതൊന്നും ഒരു കാലത്തും ഔദ്യോഗികമായിട്ട് പറഞ്ഞ കാര്യങ്ങളുമല്ല, പറയത്തുമില്ല. അത് രാജൻ ചേച്ചി ഇന്ന് രാഷ്ട്രീയപത്രം തുടങ്ങിയതുമല്ല. ഏതാണ്ട് കല്യാണം കഴിഞ്ഞ് വരുന്നതിന് മുമ്പ് തന്നെ മേലാവിൽ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ പ്രവർത്തകയായിട്ട് പ്രവർത്തനം തുടങ്ങിയതാണ്. അല്ലാതെ കൈപ്പള്ളി കല്യാണം കഴിഞ്ഞ് കൊടുമാക്ക വന്ന രാഷ്ട്രീയപത്രം തുടങ്ങിയതല്ല. ഇതൊക്കെ അനൗപചാരികമായിട്ട് പ്രസംഗിക്കുന്ന കാര്യങ്ങളാണ്, അതുപോലെ കാര്യമൊന്നുമില്ല. പിന്നെ ബഡ്ജറ്റ് വരുന്ന 50 വർഷം നമുക്ക് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെ പറ്റിയുള്ള പ്രതീക്ഷിത കാര്യങ്ങളാണ്. അത് അതുപോലെയൊക്കെ നന്നായിട്ട് സംഭവിക്കട്ടെ. നമ്മുടെ പഞ്ചായത്തിലെ എല്ലാവർക്കും ഇതുകൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഈ ബഡ്ജറ്റ് യോഗത്തിലെ അധ്യക്ഷ സ്ഥാനത്തുള്ള ഏറ്റവും ആദരണീയനായ പ്രസിഡന്റ് ശ്രീ ജോർജ് മാത്യു അത്തിയാലിൽ, ബഡ്ജറ്റ് അവതരിപ്പിച്ച നമ്മളുടെ വൈസ് പ്രസിഡന്റ് രാജമ്മ ഗോപിനാഥ്, മറ്റു മെമ്പർമാരെ, ഉദ്യോഗസ്ഥരെ, മാധ്യമ സുഹൃത്തുക്കളെ, എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ എനിക്കും പറയാനുള്ളൂ. തികച്ചും കുറെ കണക്കിലെ കളികൾ കൊണ്ട് നമ്മൾ നടത്തിയ ഒരു പ്രകടനമാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. എല്ലാ സാമ്പത്തിക വർഷവും കൃത്യമായ രീതിയിൽ ഇത് നമുക്ക് കിട്ടുന്ന ഫണ്ടുകളെ കൃത്യമായി വകതിരിച്ച് നടത്തുന്ന ഒരു ബഡ്ജറ്റ് എന്നതിനപ്പുറത്തേക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കേണ്ട മേഖലകളെ നമ്മൾ പരാമർശിച്ചു പോയോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഞാൻ വൈസ് പ്രസിഡന്റിന്റെ കാര്യം പറയുമ്പോൾ അദ്ദേഹത്തിന്റെ നാട്ടിൽ തന്നെ, അതായത് നമ്മളുടെ തനത് വരുമാനം വളരെ കുറഞ്ഞ് പ്രത്യേക ഒരു സാഹചര്യത്തിൽ പോകുന്ന പഞ്ചായത്തായിട്ട് മാറിയിട്ടുണ്ട്. അതായത് നമുക്ക് തനത് വരുമാനം കുറഞ്ഞ് നമ്മുടെ ദൈനംദിന ചെലവുകൾക്ക് പോലും പണം കണ്ടെത്താൻ വിഷമിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ തനത് വരുമാനം വർദ്ധിപ്പിക്കാൻ ഉതകുന്ന എന്ത് കാര്യങ്ങളാണ് ഈ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ് ഞാൻ വൈസിനോട് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു മേഖലയാണ് ടൂറിസം എന്ന് പറയുന്നത്. ഈ ടൂറിസത്തിന്റെ ഡെവലപ്മെന്റ്സിന് വേണ്ടിയിട്ട് ഈ ബഡ്ജറ്റിൽ എന്ത് ആണ് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നതെന്ന് ഏറ്റവും ഇതായിട്ട് ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെയാണ് അൽമെമ്പർ പറഞ്ഞതുപോലെ യുവജനങ്ങൾ, അതായത് ലഹരിയിലും ഒക്കെ ഏറ്റവും കൂടുതൽ അടിപ്പെട്ട് ഒരു പ്രത്യേക ഇതിലൂടെ കടന്നു പോകുന്ന ഈ കാലഘട്ടത്തിൽ ഒരു കുറച്ചു നേരമെങ്കിലും കുട്ടികൾക്ക് കളിക്കാനുള്ള, കുട്ടികൾക്ക് മാത്രമല്ല ഒരു പ്രായം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പല രോഗങ്ങളും മറ്റുമൊക്കെ ആയിട്ട് ഇത് ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് എക്സസൈസ് ചെയ്യാനും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു യുവത്വം കഴിഞ്ഞു നിൽക്കുന്നവരും ഒക്കെ ഉള്ള ഒരു കാലഘട്ടത്തിൽ നമുക്ക് നമ്മുടെ സമീപ പഞ്ചായത്തുകളിൽ പോലും അത്യാവശ്യം ഷട്ടിൽ കോർട്ടുകളും മറ്റും ഒക്കെ ഉണ്ട്. നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന സ്വകാര്യമായി പ്രവർത്തിച്ചു വന്നവ പോലും നിന്നു പോകുന്ന ഒരു സാഹചര്യത്തിൽ ജനത്തിന്റെ ഒരു ഇതുപോലെയുള്ള ആവശ്യങ്ങളെ മുന്നിട്ട് കാണുന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ കൂടി ബഡ്ജറ്റിൽ ഉൾപ്പെടുത്താമായിരുന്നു എന്നൊരു ഇത് തന്നെയാണ് എനിക്കും ഇതിനകത്ത് പറയാനുള്ളത്. പിന്നെ ഇതിനകത്ത് ഭവനത്തിന് വേണ്ടി, അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ലൈഫ് ഭവൻ, കേരള ഗവൺമെന്റ് ഏറ്റവും ഊന്നൽ കൊടുക്കുന്ന ഭവന പദ്ധതിയായ ലൈഫ്, പിന്നെ PMAY-യിലും ഒക്കെ ആയിട്ട് നമുക്ക് ധാരാളം വീടുകൾ പണിതുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഭവന പുനരുദ്ധാരണത്തിന് കൂടുതൽ ഊന്നൽ കൊടുത്തതിനെ നമ്മൾ സ്വാഗതം ചെയ്യുക തന്നെയാണ്. അപ്പോൾ ഈ ബഡ്ജറ്റിന് എല്ലാവിധ ഭാവുകങ്ങളും ഇത് അവതരിപ്പിച്ച രാജൻ മെമ്പറിനെയും പ്രത്യേകം വൈസ് പ്രസിഡന്റിനെയും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് നിർത്തുന്നു.
ഏറ്റവും ആദരണീയനായ പഞ്ചായത്ത് പ്രസിഡന്റ്, അതുപോലെ നല്ല രീതിയിൽ ബഡ്ജറ്റ് അവതരണം നടത്തിയ ഏറ്റവും പ്രിയങ്കരിയായ രാജമ്മ ചേച്ചി, നമ്മുടെ പ്രിയങ്കരനായ സെക്രട്ടറി, എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട എൻ്റെ സഹ മെമ്പർമാർ, പഞ്ചായത്തിൻ്റെ ഏറ്റവും പ്രിയങ്കരായ സ്റ്റാഫ് അംഗങ്ങൾ, അതുപോലെ മാധ്യമ സുഹൃത്തുക്കൾ, നമ്മുടെ ഹോമിയോ ഡോക്ടർ ഉൾപ്പെടെ ഇവിടെ ഈ ബഡ്ജറ്റിൽ പങ്കെടുത്തിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തിത്വങ്ങൾക്കും നമസ്കാരം. വളരെ സന്തോഷമുണ്ട് നമ്മുടെ രാജമ്മ ചേച്ചിയുടെ ബഡ്ജറ്റ് അവതരണത്തിൽ പങ്കെടുക്കുവാനും അത് ശ്രദ്ധാപൂർവം ശ്രവിക്കാനും കുറച്ച് പേരുടെയെങ്കിലും അഭിപ്രായങ്ങൾ കേൾക്കുവാനും ഒക്കെയുള്ള അവസരം ലഭിച്ചതിൽ എൻ്റെ അഭിപ്രായത്തിൽ പാർപ്പിടത്തിന് ഊന്നൽ നൽകിയുള്ള നമ്മുടെ ബഡ്ജറ്റ് അത് വളരെ സന്തോഷമുണ്ട്. കാരണം നമുക്കറിയാം നമ്മുടെ പൂഞ്ഞാർ തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് അഭിനന്ദനം അറിയിക്കുന്നു. പിന്നീട് നമ്മുടെ നിഷ മെമ്പർ പറഞ്ഞതുപോലെ നമ്മുടെ പ്രതീക്ഷിത വരുമാനം നമ്മൾ വെച്ചുകൊണ്ടൊരു ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ നമ്മുടെ നികുതി അല്ലെങ്കിൽ വരുമാനം വർദ്ധിക്കത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ ഇതിനകത്ത് വന്നിട്ടില്ല. നമ്മുടെ പൂഞ്ഞാർ തെക്കേക്കര ഗ്രാമപഞ്ചായത്തിന്റെ സ്ത്രീ ശാക്തീകരണത്തിന് ഊർജം നൽകുന്ന രീതിയിൽ വനിതാക്ഷേമ പ്രവർത്തനങ്ങൾക്ക് നമ്മൾ ഫണ്ട് വെച്ചു എങ്കിൽ പോലും ആ ഫണ്ടെന്ന് പറയുന്നത് നിലവിലുള്ള വനിതാ ഉൽപ്പന്ന വിപണന കേന്ദ്രത്തിന് അതിന്റെ പുനരുദ്ധാരണത്തിനായിട്ടാണ് 10 ലക്ഷം രൂപ വാങ്ങിച്ചിരിക്കുന്നത്. നിലവിൽ നമ്മൾ ഓരോ വാർഡിലെയും വനിതാ ഉൽപ്പന്ന വിപണന കേന്ദ്രം നോക്കുകയാണെങ്കിൽ ഭൂരിഭാഗവും എൻ്റെ വാർഡിൽ ഉൾപ്പെടെയുള്ള കെട്ടിടമാണെങ്കിൽ പോലും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവിടെ കാര്യക്ഷമമായിട്ട് നടക്കുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്കായിട്ട് ഫണ്ട് വെച്ചപ്പോൾ തീർച്ചയായിട്ടും അത് വനിതാക്ഷേമ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഊർജം പകരുമെന്ന് ഞാൻ ഉൾപ്പെടെയുള്ള വനിതയാണ്, ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് അത് മതിയായ ഒരു ഫണ്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ 1 ലക്ഷം രൂപയാണ് അല്ലാത്ത സബ്സിഡി കാര്യങ്ങൾക്കായിട്ട് വെച്ചിരിക്കുന്നത്. അതൊന്നും ഒരു യാഥാർത്ഥ്യമല്ല. എല്ലാ വർഷവും വെക്കുന്ന പോലെ ഫണ്ട് വെച്ചിട്ടേ ഉള്ളൂ. തീർച്ചയായിട്ടും വീതം അപ്പം നമുക്ക് അതിന്റെ അതായത് കഴിഞ്ഞ പ്രാവശ്യവും ഇതുപോലെ ഫണ്ട് സബ്സിഡി ഇനത്തിൽ കൊടുക്കുന്നതിന് വേണ്ടി വകകൊള്ളിച്ചായിരുന്നു. അപ്പം അതിന്റെ ഫലപ്രദമായിട്ട് ആ ഫണ്ട് നമുക്ക് വിനിയോഗിക്കാൻ സാധിക്കാത്തൊരു സാഹചര്യം വന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും നടക്കാത്ത രീതിയിലുള്ള മാനദണ്ഡങ്ങളാണ് അതിന് വകകൊള്ളിച്ചിരിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും അങ്ങനെയുള്ള മാനദണ്ഡങ്ങൾക്ക് ഒരു പരിധിയെങ്കിലും അത് യാഥാർത്ഥ്യമാകത്തക്ക രീതിയിൽ അല്ലെങ്കിൽ ഫലപ്രദമായിട്ട് അത് പൂർത്തീകരിക്കത്തക്ക രീതിയിലുള്ള മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് വേണം അങ്ങനെയുള്ള ഫണ്ട് വെക്കാൻ എന്ന് ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ മാലിന്യവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ വിവിധ വാർഡുകളില് വിവിധ പ്രദേശങ്ങളില് അല്ലെങ്കിൽ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് മതിയായ മാലിന്യ സംസ്കരണ കാര്യങ്ങൾ നടന്നിട്ടില്ല എന്ന് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം അതിനായിട്ടുള്ള മതിയായ ഫണ്ടുകൾ അപ്പം നമ്മുടെ ASന്റെ ഒക്കെ നേതൃത്വത്തിൽ എന്താണെങ്കിലും വളരെ നല്ല രീതിയിൽ AS പഞ്ചായത്തിൽ വന്നതിന് ശേഷം നമ്മളെപ്പോഴും പറയും ഒരു പ്ലാസ്റ്റിക് കൂട് കൊണ്ടുവന്നെങ്കിലും ASനെ പേടിയാന്ന് പറയും. കാരണം അതുകൊണ്ടൊക്കെ അതായത് ASന്റെ ഒക്കെ നേതൃത്വത്തിലുള്ള നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടാണ് ഇത്രയും നല്ല രീതിയിൽ നമ്മുടെ പഞ്ചായത്തില് മാലിന്യ മുക്തമായിട്ട് മാറ്റുവാൻ, അതായത് 29-ാം തീയതി മാലിന്യമുക്ത നവകേരളം ത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ പഞ്ചായത്തിനെ പ്രഖ്യാപിക്കുന്ന സാഹചര്യത്തിൽ അവരുടെയൊക്കെ ആ പ്രയത്നങ്ങൾ നമ്മൾ ഓരോ മെമ്പർമാരുടെയും പ്രവർത്തനങ്ങൾ വാർഡടിസ്ഥാനത്തിലുണ്ട്. അതുപോലെ നമ്മുടെ പ്രിയങ്കരായ ഉദ്യോഗസ്ഥര് ഈ അടുത്ത ഈടെയാണെങ്കിലും നമ്മുടെ പഞ്ചായത്തില് നമ്മുടെ HC ആയിട്ടും നമ്മുടെ പ്ലാൻ ക്ലർക്കായിട്ടും വന്ന ജയകൃഷ്ണൻ, ശ്രീകുമാർ ഉൾപ്പെടെയുള്ളവര് എല്ലാ സ്റ്റാഫുകളും നമ്മുടെ ഭരണസമിതിയോട് യോജിച്ചുകൊണ്ട് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു. അതിലൊക്കെ പ്രത്യേകമായിട്ട് അഭിനന്ദനമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പ്രസിഡന്റ് ആണെങ്കിലും നല്ല രീതിയിൽ എല്ലാ ഭരണസമിതി അംഗങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവര് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, അതിനൊക്കെ പ്രത്യേകമായിട്ടുള്ള സന്തോഷം ഈ അവസരത്തിൽ അറിയിക്കുന്നു. അപ്പം ഈ ബഡ്ജറ്റ് കമ്മിറ്റിക്ക് എല്ലാവിധ നന്മകളും ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
2025-26 സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് കമ്മിറ്റിക്ക് അധ്യക്ഷത അലങ്കരിക്കുന്ന ഏറെ പ്രിയങ്കരനായ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് മാത്യു അത്തിയാലിൽ, നമുക്ക് ഇവിടെ വളരെ നല്ല രീതിയിൽ ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ച പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് പ്രിയങ്കരിയായ രായമ്മ ചേച്ചി, പഞ്ചായത്തിൻ്റെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനിൽകുമാർ മഞ്ഞപ്ലാക്കൽ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ വർക്കി ബിയു, മറ്റ് എൻ്റെ സഹമെമ്പർമാരെ, പഞ്ചായത്തിൻ്റെ സ്റ്റാഫുകൾ, അതുപോലെ തന്നെ ഇംപ്ലിമെൻറ്റിങ് ഉദ്യോഗസ്ഥരെ, ഏറെ ബഹുമാനപ്പെട്ട നമ്മുടെ കുടുംബശ്രീയുടെ ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും, എല്ലാവർക്കും നമസ്കാരം. നമ്മളിവിടെ 2025-26 സാമ്പത്തിക വർഷത്തെ ഒരു ബഡ്ജറ്റ് നിലവിൽ നമുക്ക് ഒരു മിച്ച ബഡ്ജറ്റ് ആയിട്ടാണ് ഇവിടെ അവതരിപ്പിക്കുവാനായിട്ട് സാധിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഇവിടെ എനിക്ക് മുന്നേ പറഞ്ഞു പോയവർ പറഞ്ഞു ഇതൊരു സാങ്കല്പിക ബഡ്ജറ്റാണ് എന്നും, നമ്മളിവിടെ ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് അത് ഒരു ചടങ്ങിനായിട്ട് മാത്രമാണ് നടത്തുന്നത് എന്നുമൊക്കെയാണ് നമ്മൾക്ക് ഇവിടെ പറയാനായിട്ട് സാധിച്ചത്. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. എന്നാലും നമ്മൾ എല്ലാ വർഷവും ബഡ്ജറ്റ് അവതരിപ്പിക്കുകയും ആ ബഡ്ജറ്റിന് പ്രകാരം തന്നെ നമ്മുടെ പഞ്ചായത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഏതാണ്ട് 100%, 95% നമ്മൾ ഈ ബഡ്ജറ്റ് പ്രകാരമുള്ള എല്ലാ പ്രവർത്തനങ്ങളും നമുക്ക് നമ്മുടെ പഞ്ചായത്തിൽ നടത്തുവാനായിട്ട് സാധിക്കുന്നുണ്ട്. കുറേ ഒക്കെ കാര്യങ്ങൾ നമുക്ക് മാർച്ച് മാസമൊക്കെ വരുമ്പോൾ ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ പോലും നമ്മൾ അല്ലാതെ ഈ ബഡ്ജറ്റ് കൊണ്ട് നമ്മളിങ്ങനെ ഒരു വെറുതെ കൂടുന്ന ഒരു ബഡ്ജറ്റല്ല. നമ്മൾ ബഡ്ജറ്റ് കൂടി പദ്ധതികൾ രൂപീകരിച്ച് ആ രൂപീകരിക്കുന്ന കാര്യങ്ങൾ എല്ലാം ഇംപ്ലിമെൻറ്റിങ് ഉദ്യോഗസ്ഥരായിട്ടും പഞ്ചായത്തിൻ്റെ എല്ലാ സ്റ്റാഫുകളുടെയും ഒരു നല്ല പ്രവർത്തനങ്ങൾക്ക് ഭാഗമാക്കി അവരുടെ നല്ല പ്രവർത്തനത്തിൻ്റെ പങ്കുകൊണ്ട് നമുക്ക് 90%-ഒക്കെ എല്ലാ വർഷവും, കഴിഞ്ഞ വർഷം മാത്രമാണ് നമുക്ക് 100% ആക്കാൻ സാധിക്കാതിരുന്നത്. ഇനി മുൻ വർഷങ്ങളിലൊക്കെ നമ്മൾ 100% പദ്ധതി വിഹിതങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങൾ എല്ലാം നടന്നതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിവുള്ളതാണ്. ഈ നല്ല രീതിയിലുള്ള ഈ ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ച പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റിനും എല്ലാവിധ അനുമോദനങ്ങളും അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഉള്ള പൈസ വെച്ച് നമുക്ക് ഈ വർഷം കുറച്ച് ഫണ്ടിൻ്റെ കുറവുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ബാക്കി ഫണ്ടുകളൊക്കെ ലഭിക്കുന്നതിന് വേണ്ട നടപടിക്രമങ്ങളും നമ്മൾ നടത്തുന്നുണ്ട്. ആ ഫണ്ടും കൂടിയൊക്കെ ലഭിച്ച് നമുക്ക് ഈ 2026 മാർച്ച് ആകുമ്പോഴത്തേക്കും ഈ നമ്മൾ അവതരിപ്പിച്ച ബഡ്ജറ്റിൻ്റെ നല്ലൊരു ശതമാനവും എല്ലാം വിനിയോഗിക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ മുന്നോട്ട് നടത്തിക്കൊണ്ട് നമുക്ക് നല്ല രീതിയിലുള്ള പ്രവർത്തനം മുന്നോട്ട് പോകാനുള്ള എല്ലാവിധ ഈശ്വരാനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് ഇവിടെ നടത്തിയ ഈ ബഡ്ജറ്റിന് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട്, ഇവിടെ പറഞ്ഞതുപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഈ യുവജനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഫണ്ടിൻ്റെ ഒരു അപര്യാപ്തത കൊണ്ടാവാം അങ്ങനെ ഉണ്ടായിട്ടുള്ളത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ഒരു കുറവുകൾ, അതുപോലെ തന്നെ നമുക്ക് പഞ്ചായത്തിന് നമുക്ക് തനത് ഫണ്ട് വരുന്ന ഒരു വരുമാനം ലഭിക്കത്തക്കതായിട്ടുള്ള ഒരു കാര്യവും നമുക്ക് ഈ ബഡ്ജറ്റിലൂടെ ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. എന്നാൽ വരുന്നത് പോലെ ഉള്ള നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ബഡ്ജറ്റിനെ നമുക്കുള്ള ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ബഡ്ജറ്റിന് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? നമ്മുടെ ഈ ബഡ്ജറ്റ് മീറ്റിങ്ങിൻ്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന നമ്മുടെ പുന്നത്തക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ ഏറെ ആദരണീയ ശ്രീ ജോർജ് മാത്യു അത്തിയാലിൽ, അതുപോലെ നമുക്ക് ഇന്നിവിടെ ബഡ്ജറ്റ് അവതരണം നടത്തിയ ഏറെ ബഹുമാനിയായ
വൈസ് പ്രസിഡന്റ് ശ്രീമതി രാജമ്മ ഗോപിനാഥ്, മുൻ ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീമതി റെജി ഷാജി, അതുപോലെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ അനിൽകുമാർ മഞ്ഞപ്ലാക്കൽ, അതുപോലെ നമ്മുടെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി യു വർക്കി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനിമോൾ ബിജു, അതുപോലെ നമ്മൾ സെക്രട്ടറി, അതുപോലെ എൻ്റെ ബഹുമാന്യരായ സഹപ്രവർത്തകരായ മെമ്പർമാർ, അതുപോലെ നമ്മുടെ സ്റ്റാഫ്, പഞ്ചായത്തിലെ സ്റ്റാഫ് അംഗങ്ങൾ, മാധ്യമ പ്രവർത്തകർ, എല്ലാവർക്കും നമസ്കാരം. രാജമ്മ മെമ്പർക്ക് ഭാഗ്യം ഈ വർഷം ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് ഭാഗ്യം തുണച്ചതുകൊണ്ട് വളരെയധികം സന്തോഷമുണ്ട്. ഈ ബഡ്ജറ്റ് ഇങ്ങനെ അവതരിപ്പിക്കാൻ സാധിച്ചതിന്. ഒരു പക്ഷേ എനിക്ക് ഭാഗ്യം ഇല്ലാതെ പോയത് കൊണ്ടാണ് ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ, അല്ലെങ്കിൽ ഒരു പക്ഷേ ഞാൻ ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കേണ്ടതായിരുന്നു എന്ന് ഞാൻ ഓർക്കുകയാണ് ഈ അവസരത്തിൽ. നമുക്ക് ഭാഗ്യമില്ലാതെ പോയത് കൊണ്ടാണ്. അതുകൊണ്ട് പിന്നെ ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ ഈ ബഡ്ജറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു സാങ്കല്പികം മാത്രമാണ്. അതായത് പ്രതീക്ഷിത വരവുകൾ. അതാണ് നമ്മൾ എല്ലാ വർഷവും ഇവിടെ മുൻ ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. നമ്മൾ 4 വർഷവും നമ്മൾ ഇതുപോലെ തന്നെയാണ് നമ്മൾ ഇതുപോലെ നമ്മൾ ബഡ്ജറ്റ് എഴുതി തയ്യാറാക്കി നമ്മൾ വായിക്കുന്നു. എല്ലാ മേഖലകളെയും ടച്ച് ചെയ്തിട്ടില്ല എങ്കിൽ പോലും ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ ടൂറിസത്തിന് നമ്മുടെ പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ സാധ്യതകളുള്ള, അല്ലെങ്കിൽ വരുമാന സാധ്യതകളുള്ള ഒരു മേഖലയാണ് നമ്മുടെ ടൂറിസം മേഖല എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ പഞ്ചായത്തിൻ്റെ നമ്മുടെ പല വാർഡുകളും പല പ്രദേശങ്ങളിലും ടൂറിസവുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഒരു ഇത് ഉള്ളത് കൊണ്ട് അതിനു വേണ്ടിയിട്ട് നമുക്ക് ഈ ബഡ്ജറ്റിൽ ഒന്നും തന്നെ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടില്ല. ടൂറിസം വികസനത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള നമുക്ക് പ്രതീക്ഷിതപരമാണെങ്കിൽ പോലും സാങ്കല്പികമാണെങ്കിൽ പോലും അതിനെ ടൂറിസം ഇതിനകത്ത് ഉൾപ്പെടുത്താമായിരുന്നു. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഒരു സന്തോഷമുണ്ട് നമുക്ക് നമ്മുടെ ഈ ഭരണസമിതി നമ്മൾ തുടങ്ങിയ പിന്നെ നമുക്ക് ഈ വർഷമാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഭവന നിർമ്മാണമാണ്. അപ്പോൾ അത് നമ്മൾ ഈ വർഷം നമ്മൾ ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയും അതുപോലെ നമ്മുടെ പ്രധാനമന്ത്രി PMA വഴിയിൽ ഉൾപ്പെടുത്തിയും നമുക്ക് നമ്മുടെ വീടുകളിൽ, നമ്മുടെ വാർഡുകളിൽ അത്യാവശ്യം വീടുകളെല്ലാം നമുക്ക് കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇപ്പം അതിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലൈഫിൻ്റെ ആണേലും PMAയുടെ ആണേലും വീടുകൾ നമുക്കിപ്പം വീട് പണിയാൻ കഴിയാത്ത സാഹചര്യമാണ് പലർക്കും വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഇതെല്ലാം നമ്മുടെ വാർഡുകളിൽ ഓരോരുത്തർക്കും വീടില്ലാത്തവർക്കും എല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പം അവർക്ക് പണിയാൻ പറ്റാത്ത സാഹചര്യത്തിലിരിക്കുന്നവർക്ക് മാത്രമേ ഇപ്പം പണിയാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളൂ. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഈ ബഡ്ജറ്റിൽ നമ്മുടെ ഭവന നിർമ്മാണത്തിന് ഏറ്റവും പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഈ ബഡ്ജറ്റിൽ നമുക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ നമ്മുടെ പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ 14 മെമ്പർമാരുടെയും ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് നമുക്ക് പല നേട്ടങ്ങളും കൈവരിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഇന്നും ഞങ്ങൾ കോട്ടയത്ത് പോയി നമ്മുടെ പഞ്ചായത്തിൽ നമ്മുടെ TV മുക്ത പഞ്ചായത്തായിട്ട് നമ്മുടെ പഞ്ചായത്ത് ആയതിൻ്റെ ആ ഒരു വലിയൊരു പരിപാടിയായിരുന്നു നമ്മുടെ കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ വെച്ച് നടന്നത്. അപ്പോൾ ആ പരിപാടിയിൽ നമുക്ക് പോയി പങ്കെടുക്കുവാനും അതിനകത്ത് നമ്മുടെ പഞ്ചായത്തിൻ്റെ അവാർഡ് വാങ്ങിക്കുവാനും നമുക്ക് സാധിച്ചു. വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ നമ്മുടെ ഈ ബഡ്ജറ്റിൽ നമ്മുടെ സ്ത്രീകൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. എല്ലാ മേഖലയിലും ഈ പറഞ്ഞതുപോലെ അനിൽ മെമ്പറാണെങ്കിൽ എല്ലാ പ്രാവശ്യവും ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ നമ്മുടെ യുവജനങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നുണ്ട്. അപ്പം യുവജനങ്ങളെ ഉൾപ്പെടുത്തിയിട്ട് ഈ ബഡ്ജറ്റിനകത്ത് ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് സത്യമാണ്. എല്ലാ പ്രാവശ്യവും അനിൽ യുവജനങ്ങൾക്ക് വേണ്ടിയിട്ട് പറയും. അതുപോലെ നമ്മൾ അവരുടെ ഒരു ഇതിന് വേണ്ടിയിട്ടുള്ള നമ്മൾ എല്ലാ പ്രാവശ്യവും ഇവിടെ പറയാറുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള കളിസ്ഥലങ്ങൾ അല്ലെങ്കിൽ അവർക്ക് വേണ്ട യുവജനങ്ങളെ മുന്നോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന എല്ലാ പ്രാവശ്യവും അനിൽ ഇവിടെ സൂചിപ്പിക്കാറുണ്ട്. അപ്പം അതൊന്നും നമുക്ക് ഈ ബഡ്ജറ്റിനകത്ത് ഇല്ലാത്തത് ഒഴിച്ചാൽ മറ്റെല്ലാ മേഖലയും ടച്ച് ചെയ്തുകൊണ്ടുള്ള ഒരു നല്ലൊരു ബഡ്ജറ്റ് നമ്മുടെ ബഹുമാനിയായ വൈസ് പ്രസിഡന്റിന് നമുക്കിവിടെ അവതരിപ്പിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളത് വളരെയധികം സന്തോഷമുണ്ട്. മറ്റ് അപാകതകളൊന്നും തന്നെ കണ്ടില്ല. അപ്പം ബഡ്ജറ്റ് അവതരിപ്പിച്ച നമ്മുടെ ഏറ്റവും ബഹുമാനിയായ ശ്രീമതി രാജമ്മ ഗോപിനാഥിന് എല്ലാവിധമായ ഭാവങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
നമ്മുടെ ഇന്നത്തെ ഈ ബഡ്ജറ്റ് മീറ്റിംഗിൽ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ ജോർജ് മാത്യു അത്യാലിൽ, നമ്മുടെ ഇന്നത്തെ 25-26 സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ച ശ്രീമതി രാജമ്മ ഗോപിനാഥ്, നമ്മുടെ പ്രിയപ്പെട്ട വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അൽകുമാർ മഞ്ഞപ്ലാക്കൽ, അതുപോലെ തന്നെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനിമോൾ ബിജു, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി യു വർക്കി, എൻ്റെ സഹമെമ്പർമാർ, അതുപോലെ തന്നെ നമ്മുടെ പൂഞ്ഞാർ തെക്കക്കര പഞ്ചായത്തിൻ്റെ പ്രിയങ്കരനായ സെക്രട്ടറി, നമ്മുടെ ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസർമാർ, അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാഫ് അംഗങ്ങൾ, മാധ്യമ സുഹൃത്തുക്കൾ, സ്നേഹമുള്ള മറ്റ് എൻ്റെ സഹമെമ്പർമാർ, നമ്മളിപ്പോൾ 2025-2026 സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റാണ് നമ്മുടെ രാജമ്മ ഗോപിനാഥ് ഇന്ന് അവതരിപ്പിച്ചത്. അതിനു മുമ്പിലുള്ള ബഡ്ജറ്റ് അവതരണമൊക്കെ നമ്മുടെ ശ്രീമതി രജി ഷാജി ആയിരുന്നു. നമുക്കറിയാം, നമ്മളിപ്പം ഒരു പ്രതീക്ഷിത വരുമാനവും ഒരു ചെലവും അത് ഓരോ വർഷവും നമ്മൾ അങ്ങനെ കണക്ക് കൂട്ടിയാണ് ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. ഏതാണ്ട് 4 വർഷം നമ്മൾ പിന്നിടുമ്പോൾ നമ്മുടെ പൂഞ്ഞാർ തെക്കക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ ബഡ്ജറ്റ് അവതരണവും നമ്മുടെ പ്രവർത്തനവും ഒന്ന് വിലയിരുത്തി 2 വാക്ക് നിങ്ങളോട് സംസാരിക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. എന്തായാലും ഈ പ്രാവശ്യത്തെ ബഡ്ജറ്റിൽ നമുക്ക് മിച്ചമാണ് ഫണ്ട്. നമുക്കിത് നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെയൊക്കെ ബഡ്ജറ്റ് അവതരണം നമുക്ക് ഏതാണ്ട് ടാലിയായോ അല്ലെങ്കിൽ ഏകദേശം ഒരു മിച്ചം ബഡ്ജറ്റോ ഒക്കെ ആയിട്ടായിരുന്നു നമ്മൾ അവതരിപ്പിച്ചത്. 4 വർഷം പിന്നിടുമ്പോൾ നമുക്ക് അഭിമാനത്തോടെ തന്നെ നമുക്ക് പൂഞ്ഞാർ തെക്കക്കര ഗ്രാമപഞ്ചായത്തിനെ നമുക്ക് കാണാൻ സാധിക്കും. ഏറ്റവും കൂടുതൽ ഭവന നിർമ്മാണത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ട് ആ ഭവന നിർമ്മാണം സാധ്യമാക്കിയ പഞ്ചായത്താണ് നമ്മുടെ പൂഞ്ഞാർ തെക്കക്കര ഗ്രാമപഞ്ചായത്ത്. ഒരു വിലയിരുത്തലാണ്. ഏറ്റവും കൂടുതൽ കൃഷിക്ക് പ്രോത്സാഹനം കൊടുത്ത പഞ്ചായത്താണ് നമ്മുടെ തെക്കക്കര പഞ്ചായത്ത്. ഏതാണ്ട് 3 അവാർഡുകൾ ഏറ്റുവാങ്ങിയ പഞ്ചായത്താണ് നമ്മുടെ തെക്കക്കര പഞ്ചായത്ത്. ചെറിയ കാര്യമല്ല. രാഷ്ട്രീയത്തിനപ്പുറം നമ്മൾ ഇടയ്ക്ക് പഞ്ചായത്തിൽ ഞങ്ങളൊക്കെ വഴക്കുണ്ടാക്കും. ആ വഴക്കുണ്ടാക്കുമ്പോഴും അത് ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ള ഒരു വഴക്കുണ്ടാക്കൽ മാത്രമാണ്. അല്ലാതെ പൂഞ്ഞാർ തെക്കക്കര പഞ്ചായത്തിലെ 14 മെമ്പർമാരും ഉദ്യോഗസ്ഥരും ഇംപ്ലിമെന്റിംഗ് ഓഫീസർമാരും അടക്കം ഒരു കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമാണ് നല്ലൊരു പ്രവർത്തനം നമുക്ക് കാഴ്ചവെക്കാൻ സാധിച്ചത്. ഇനി അടുത്ത ഏതാണ്ട് സെപ്റ്റംബർ മാസത്തോടെ നമ്മുടെ കാലാവധി കഴിയും. ആ സമയത്തിനുള്ളിൽ നമുക്ക് പരമാവധി ചെയ്തു തീർക്കേണ്ട പദ്ധതികൾ നമുക്ക് ആവിഷ്കരിച്ച് നടപ്പാക്കാൻ സാധിക്കട്ടെ. എന്തായാലും നല്ല ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ച ശ്രീമതി രാജമ്മ ഗോപിനാഥനും, അതുപോലെ തന്നെ ഇതിനു മുമ്പ് നല്ല ഒരു രീതിയിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച നമ്മുടെ രജി ഷാജിക്കും, അതുപോലെ ഈ ഭരണസമിതിയിലെ മുഴുവൻ അംഗങ്ങൾക്കും ഒറ്റവാക്കിൽ എൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവരുടെയും അനുമോദനങ്ങൾക്ക് നന്ദിയുണ്ട്. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, കുറേ വർഷങ്ങളായിട്ട് ശരിയാണ് നമ്മുടെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്നും പറയുണ്ടായി നമുക്കൊരു കളിക്കളം. കുറേ വർഷങ്ങളായിട്ട് എല്ലാവരുടെയും ഒരു ആഗ്രഹമായിരുന്നു, പറയാറുണ്ടായിരുന്നു ഇനി ആരെങ്കിലും ഫ്രീ ആയിട്ട് സ്ഥലം തരാനുണ്ടോ. അങ്ങനെ നമ്മൾ പല രീതിയിൽ ആലോചിച്ചാണ്. അങ്ങനെ എവിടുന്നെങ്കിലും സ്ഥലം കിട്ടുമായിരുന്നുവെങ്കിൽ നമ്മുടെ ഫണ്ടിൻ്റെ അപര്യാപ്തത കൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും ഈ 14 മെമ്പർമാർക്ക് അതിനോട് വളരെ ഒരു യോജിപ്പാണ്. നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു കളിക്കളം ഇപ്പോൾ ഇവിടെ തന്നെ പന്ത് കളിക്കുന്നത് കാണാം, ഇല്ലേ? നമുക്കത് യാതൊരു സൗകര്യങ്ങളില്ലാത്ത രീതിയിലാണ് ഇവിടെ. ഞാൻ തന്നെ വേറെ പറഞ്ഞു, ഞങ്ങളുടെ എന്നാൽ അത് ഒത്തിരി അകലേക്ക് പോകാതെ ഈ പഞ്ചായത്തിനോടനുബന്ധിച്ച് ഒരു കളിക്കളം നമ്മുടെ എല്ലാവരും ഒരു സ്വപ്നമായിട്ട് മാറട്ടെ. അത് ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷം നടപ്പാക്കാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പറയുന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം പറയുന്നത് ശരിയാണ്, ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് പൈസ വകയിരുത്തിയിട്ടില്ല നമ്മുടെ നിഷ മാഡം പറഞ്ഞു. ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളുടെ എന്താ അരുവിക്കച്ചാല്, മുതുവര, കോട്ടത്താവളം, ഇങ്ങനെ കുറേ പ്രദേശങ്ങളുണ്ട്. ശരിയാണ്, ടൂറിസവുമായിട്ട് അതിൽ നമുക്ക് അടുത്ത റിവേഴ്സ് ബഡ്ജറ്റ് നമുക്ക് നോക്കാം, അത് ഉൾപ്പെടുത്താനുള്ള സംഭവം നോക്കാം. പിന്നെ വനിതാ വ്യവസായവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ 4 ബഡ്ജറ്റ് അവതരിപ്പിച്ച ബഹുമാന്യായ രജിഷാജി പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ വർഷവും വനിതാ വ്യവസായത്തിന് വേണ്ടി ഫണ്ട് വെച്ചു. കഴിഞ്ഞ വർഷം ആ ഫണ്ട് എക്സ്പെൻഡിച്ചർ ആയിട്ടില്ല.
ഇല്ല, ശരിയല്ല. നമ്മുടെ ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും ഉണ്ട്. എന്താണ് കുറേ നിയമ തടസ്സങ്ങൾ, അതിൽ കുറേ ഫോർമാലിറ്റീസ് കൊണ്ട് വന്നുകൊണ്ടാണ് ഈ വർഷം ആ ഫണ്ട് ചിലവായിട്ടുള്ളത്. എല്ലാ വർഷവും ഫണ്ട് വെക്കാറുണ്ട്. പക്ഷേ ആ നിയമ തടസ്സങ്ങൾ പറയുന്നതുകൊണ്ടാണ് ആ ഫണ്ട് ചിലവാകാതിരുന്നത്. ഇനി വരും വർഷങ്ങളിലും വെച്ചിട്ടുണ്ട്. അത് നേരത്തെ തന്നെ ആ നിയമ തടസ്സങ്ങൾ ഉണ്ടാകാതെ ഇരിക്കത്തക്ക രീതിയിൽ നിങ്ങൾ കാര്യങ്ങൾ മുൻപോട്ട് നീക്കാൻ നമുക്ക് ആ ഫണ്ട് ചിലവഴിക്കാൻ നമുക്ക് സാധിക്കുമെന്ന് ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു. അപ്പം കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഈ അവസാന നിമിഷം നമ്മുടെ ഈ 14 മെമ്പർമാർ, സ്റ്റാഫ്, മാധ്യമപ്രവർത്തകർ എല്ലാവർക്കും നമ്മളുടെ കൂട്ടായ പ്രയത്നം കൊണ്ട്, അതുപോലെ ഉദ്യോഗസ്ഥന്മാരുടെ എല്ലാം നമുക്ക് നല്ലൊരു പ്രവർത്തനം കാഴ്ചവെക്കാൻ നമുക്ക് സാധിച്ചു. രാഷ്ട്രീയ ഭേദമന്യേ നമ്മൾ ഒത്തുസരിമയായിട്ട് പ്രവർത്തിച്ചു. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം. നമ്മുടെ 2025-26 സാമ്പത്തിക വർഷത്തെ വാർഷിക ബഡ്ജറ്റ് ഇവിടെ അവതരിപ്പിക്കപ്പെട്ടു കഴിഞ്ഞു. ബഡ്ജറ്റ് അവതരിപ്പിക്കപ്പെട്ടതിന് ശേഷം ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് പ്രിയപ്പെട്ട ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുകയുണ്ടായി. അപ്പം എല്ലാവരും തന്നെ പ്രതികരിച്ചപ്പോൾ സൂചിപ്പിച്ചത് ബഡ്ജറ്റ് എന്നത് ഒരു സാങ്കേതികമായ ഒരു നടപടിക്രമത്തിൻ്റെ ഭാഗം മാത്രമാണ് എന്ന നിലയിലാണ് എല്ലാവരും അവതരിപ്പിച്ചത്. തീർച്ചയായിട്ടും അങ്ങനെയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ബജറ്റ് എന്നത് ഒരു സാമ്പത്തിക വർഷം നമുക്ക് ഏതെല്ലാം മേഖലകളിൽ നിന്ന് നമുക്ക് തുക ലഭ്യമാകും എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ലഭ്യമാകുന്ന തുക ഉപയോഗിച്ച് ഏറ്റെടുക്കാൻ കഴിയുന്ന പദ്ധതികളിലേക്ക് പോകുന്നതിൻ്റെ ഒരു തുടക്കം കുറിക്കലാണ്. അതല്ലാതെ ഇപ്പോൾ നമുക്ക് ഇവിടെ അവതരിപ്പിച്ച ബജറ്റ് ഏതാണ്ട് 16 കോടി രൂപ നമുക്ക് ലഭ്യമാകുന്നതും ഏതാണ്ട് അതിൻ്റെ അടുത്ത് തന്നെ ചിലവഴിക്കപ്പെടുന്നതുമായ ഒരു ബഡ്ജറ്റാണ്. ആ ബഡ്ജറ്റിൽ ഏതാണ്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്കായിട്ട് 4 കോടി രൂപയും അതോടൊപ്പം തന്നെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ അതിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട 2 കോടി രൂപയും ഒഴിച്ച് ഏതാണ്ട് 6 കോടി രൂപ ഒഴിച്ച് ബാക്കി 10 കോടി രൂപ ഈ നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തന്നെ വിനിയോഗിക്കപ്പെടുന്ന ഒന്നാണ്. അപ്പൊ തീർച്ചയായും നമുക്ക് ആകെ 16 കോടി രൂപ ലഭ്യമാകുമ്പോൾ 20 കോടി രൂപയുടെ പദ്ധതികൾ ആവിഷ്കരിച്ചാൽ നമുക്ക് ഒരിക്കലും നടക്കാൻ കഴിയുന്ന സാഹചര്യമില്ല. അപ്പൊ തീർച്ചയായും ബഡ്ജറ്റ് എന്നത് വലിയ കാര്യമുള്ള ഒരു കാര്യം തന്നെയാണ്. ഈ ബജറ്റ് ഇവിടെ അവതരിപ്പിച്ച് അടുത്ത ഭരണസമിതി യോഗത്തിൽ ബജറ്റിന് അംഗീകാരം ലഭിച്ചുവെങ്കിൽ മാത്രമേ അടുത്ത സാമ്പത്തിക വർഷത്തെ പദ്ധതിയിലേക്ക് നമുക്ക് പോകാൻ കഴിയും. അല്ലെങ്കിൽ നമുക്ക് ബജറ്റ് പാസാക്കാൻ കഴിയുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ഈ ഭരണസമിതി അയോഗ്യരായി മാറുന്ന ഒരു സാഹചര്യമാണുള്ളത്. തീർച്ചയായും ഒരു ഭരണസമിതിയെ സംബന്ധിച്ച് ആ ഭരണസമിതിയുടെ കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുമതല അല്ലെ കർത്തവ്യം ആണ് ഇവിടെ നിറവേറ്റപ്പെടുക. തീർച്ചയായും ബജറ്റിനെ സംബന്ധിച്ച് ആ കാഴ്ചപ്പാടോടുകൂടി സമീപിക്കണം എന്ന് ഒരു അഭ്യർത്ഥന ഉണ്ട്. സ്വാഭാവികമായിട്ടും ഇവിടെ ബജറ്റ് അവതരിപ്പിച്ച സന്ദർഭത്തിൽ ബജറ്റുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു. ഒന്ന്, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ വരുമാന വർധന എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിനെ സംബന്ധിച്ച്. നമുക്കറിയാം, നമ്മുടെ ഗ്രാമപഞ്ചായത്ത് എന്നത് തികച്ചും ഒരു കാർഷിക ഗ്രാമമാണ്. നമുക്കിവിടെ ഏതെങ്കിലും വിധത്തിലുള്ള വലിയ വ്യവസായ സ്ഥാപനങ്ങളോ മറ്റു സംവിധാനങ്ങളോ ഒന്നുമില്ല. ആകെ 2 ചെറിയ സ്ഥാപനങ്ങൾ മാത്രമാണുള്ളത്. ഒന്ന് മെട്രോ വിഡും മറ്റൊന്ന് ചോലത്തട്ട് പ്രവർത്തിക്കുന്ന ഒരു റബ്ബർ ഫാക്ടറി. നമുക്ക് മെട്രോ വിഡിന്റെ സ്ഥിതി നമുക്കറിയാം. അവർക്ക് ഏതാണ്ട് വർഷങ്ങളായിട്ട് ആ ജീവനക്കാർക്ക് ശമ്പളം കിട്ടാത്തതുകൊണ്ട് അവരുടെ പ്രൊഫഷണൽ ടാക്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അടക്കാൻ കഴിയാതെ വലിയ പ്രതിസന്ധിയിൽ അവർ നിൽക്കുന്നു. അങ്ങനെ വലിയ വ്യവസായ സംരംഭങ്ങളൊന്നും ഇല്ലാത്ത കാരണം അങ്ങനെ ഒരു വരുമാനം ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം നമുക്ക് മുമ്പിലില്ല. സ്വാഭാവികമായിട്ടും പിന്നെയുള്ള സാധ്യതകൾ എന്ന് പറയുന്നത് നമ്മുടെ പ്രദേശങ്ങളിലെ ടൂറിസം സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നതാണ്. നമുക്കറിയാം, ഞാൻ സൂചിപ്പിച്ചത് തന്നെ ഒരു പ്രദേശത്തെ ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്തണമെങ്കിൽ ഗ്രാമപഞ്ചായത്ത് മാത്രം വിചാരിച്ചാൽ ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ കഴിയില്ല. അപ്പം നമുക്ക് സമീപ നാടുകളിൽ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ ഉയർന്നു വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രങ്ങളാണ്. ഒന്ന് അരുവിക്കച്ചാൽ, കോട്ടയം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ മനോഹരമായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടമാണ്. അവിടേക്കുള്ള അടിസ്ഥാന സൗകര്യവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ടൂറിസം വകുപ്പ് ഇപ്പോൾ അതിന്റെ അടിസ്ഥാന സൗകര്യത്തിന് വികസനത്തിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്.
കേന്ദ്ര ഗവൺമെന്റ് PMGSY പദ്ധതിയിൽ ആ റോഡ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതോടുകൂടി അവിടേക്ക് സഞ്ചാരികൾക്ക് സുഗമമായി എത്തിച്ചേരാൻ കഴിയുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടാകും. അതോടൊപ്പം തന്നെ മുതുകോര ആണെങ്കിലും മുതുകോരയിലേക്ക് എത്തുന്ന ആളുകൾക്കുള്ള ഗതാഗത പ്രശ്നമാണുള്ളത്. അതും ഈ പ്രധാനമന്ത്രിയുടെ റോഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊന്ന് നമ്മുടെ കോട്ടത്താവളം ഉൾപ്പെടെ വാഗമണിലേക്ക് ഒരു പുതിയ പാത തന്നെ വെട്ടി തുറന്നിട്ടുണ്ട്. അപ്പൊ തീർച്ചയായും ആ റോഡും യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ആ പ്രദേശത്തേക്ക് ആളുകൾ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അതോടൊപ്പം തന്നെ വാഗമണിലേക്ക് ഉള്ള ഒരു സമാന്തര പാതയായി ആ റോഡ് മാറും. അപ്പൊ തീർച്ചയായും ഇപ്പോൾ നമുക്ക് ഈ ടൂറിസം മേഖലയിൽ മുന്നേറാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും ഭാവിയിൽ വലിയ ടൂറിസം സാധ്യതകൾ നമുക്ക് മുമ്പിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് നാം നിൽക്കുക. അതോടൊപ്പം തന്നെ കളിസ്ഥലത്തിന്റെ കാര്യം സൂചിപ്പിച്ചു. കളിസ്ഥലത്തിന്റെ പ്രൊജക്ട് ഇല്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. എങ്കിൽ പോലും കളിസ്ഥലത്തെ സംബന്ധിച്ച് ഞാൻ ഇവിടെ മുമ്പേ സൂചിപ്പിച്ചത് തന്നെ നമുക്ക് ഒരു സ്ഥലം ഏറ്റെടുക്കൽ അല്ലെ സ്ഥലം വാങ്ങൽ എന്ന് പറയുന്നത് വലിയ നടപടിക്രമങ്ങളിലൂടെ പോയെങ്കിൽ മാത്രമേ നടക്കാൻ കഴിയൂ. മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ടൊക്കെ സർക്കാർ ചില ഇളവുകളും കാര്യങ്ങളും ഒക്കെ തന്നിട്ടുണ്ടെങ്കിലും നമ്മൾ MCF വാങ്ങുന്നതിന് വേണ്ടിയുള്ള സ്ഥലത്തിന്റെ പ്രോജക്റ്റ് വെച്ച് അതിന്റെ പ്രവർത്തനങ്ങളുമായി പോകാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 2 വർഷത്തിലധികമായി. ഇപ്പോഴും നമുക്ക് അനുമതി ലഭിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ സൂചിപ്പിച്ചാൽ തന്നെ കളിസ്ഥലം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് പദ്ധതിയിൽ ഉൾപ്പെടുത്തുവാൻ കഴിയുമെങ്കിൽ നമുക്ക് അതുകൂടി ഉൾപ്പെടുത്തി പോകാം. അതോടൊപ്പം തന്നെ ഇവിടെ മുമ്പ് സൂചിപ്പിച്ചത് തന്നെ ഇതെല്ലാം മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഒത്തൊരുമിച്ച ഒരു പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ്. റോജി ഇവിടെ സൂചിപ്പിച്ചു പ്രസിഡന്റിന്റെ മിടുക്കൊണ്ട് ആണെന്ന് നിലയിൽ സൂചിപ്പിച്ചു. പക്ഷെ ഞാൻ അങ്ങനെ എന്റെ മിടുക്കൊണ്ടാണ് എന്ന് ഞാൻ സൂചിപ്പിച്ചില്ല. ഞാൻ അത് ആദ്യമേ തന്നെ ഭരണസമിതിയുടെയും ഉദ്യോഗസ്ഥ സംവിധാനവും നമ്മുടെ ഇംപ്ലിമെന്റ് ഓഫീസർമാരും എല്ലാം ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഈ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞത് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. അതല്ലാതെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ നേട്ടമായി ഇതിനെ ചിത്രീകരിച്ചിട്ടില്ല. ഇവിടെ സൂചിപ്പിച്ചത് തന്നെ 32 ലക്ഷം രൂപയുടെ ടൗൺ അംഗൻവാടി ഉണ്ടാവുമ്പോൾ അവിടുന്ന് കൈമാറി കിട്ടുന്ന തുകയ്ക്ക് ഒരു ടോക്കൺ വെച്ചാൽ മതി. കേവലം 50,000 രൂപ മാത്രം ഗ്രാമപഞ്ചായത്ത് വെച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. പക്ഷെ വെച്ച് വന്നപ്പോൾ 32 ലക്ഷം രൂപയുടെ അംഗൻവാടിയുടെ 95% പൈസയും ഗ്രാമപഞ്ചായത്ത് വിഹിതമായി വെക്കേണ്ടി വന്നു. അത് വെക്കേണ്ടി വന്നെങ്കിൽ അതുകൊണ്ട് അത് ഒരു അങ്ങനെ ചെയ്തതിന്റെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ടൗണിൽ അല്ലെങ്കിൽ അന്ന് വെച്ച 5 ലക്ഷം രൂപ കൊണ്ട് നിർമ്മിച്ചാൽ ഒരു തറ പോലും നിർമ്മിക്കുവാൻ കഴിയുന്ന ഒരു സാഹചര്യമില്ലായിരുന്നു. തീർച്ചയായും നമ്മുടെ ടൗണിൽ നടുക്ക് അങ്ങനെ പണി പൂർത്തീകരിക്കാതെ ഒരു കെട്ടിടം കിടക്കരുത് എന്ന കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് ബാക്കിയുള്ള എല്ലാവരും ഒത്തൊരുമിച്ച് നമുക്ക് അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് അനുവദിക്കാൻ ഉള്ളത് എല്ലാവരും കൂടി അനുവദിച്ചത്. അതുകൊണ്ടാണ് അത് യാഥാർത്ഥ്യമാകുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ബജറ്റിൽ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള പോരായ്മകൾ നമുക്ക് അടുത്ത യോഗത്തിൽ ഒത്തൊരുമിച്ച് ചർച്ച ചെയ്ത് ആവശ്യമായ ഭേദഗതികൾ വരുത്തുവാൻ കഴിയുന്ന ഭേദഗതികൾ വരുത്തിക്കൊണ്ട് മുമ്പോട്ട് നമുക്ക് ഭാവി പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകാം എന്ന് സൂചിപ്പിക്കുകയാണ്. ഇവിടെ എത്തിച്ചിട്ടുള്ള ഈ ബജറ്റ് യോഗത്തിൽ സജീവ ചർച്ചയിൽ പങ്കാളികളായ പ്രിയപ്പെട്ട ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾക്ക്, അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ബജറ്റ് തയ്യാറാക്കുന്നതിന് നമ്മൾ സഹായിച്ച നമ്മുടെ അക്കൗണ്ടന്റ്, മറ്റ് ഉദ്യോഗസ്ഥ സുഹൃത്തുക്കൾ, ഇവിടെ വന്നിട്ടുള്ള കുടുംബശ്രീയുടെ ഭാരവാഹികൾ, അതോടൊപ്പം തന്നെ നമ്മുടെ മറ്റ് ഇംപ്ലിമെന്റ് ഓഫീസർമാർ, പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർക്ക് ഈ ഗ്രാമപഞ്ചായത്തിന്റെ പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഈ യോഗം അവസാനിച്ചായി അറിയിക്കുന്നു.